എല്ലാ ആൾക്കാരും ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ, സ്ക്രീനിങ് ടെസ്റ്റ് നോർമലാണോ അല്ലയോ, ചിട്ടയായത്തിലുള്ള ജീവിതശൈലിയും വ്യായാമവും അമിതവണ്ണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഒക്കെ എല്ലാ ഇൻഡിവിജ്വൽസിനും ആപ്ലിക്കബിളാണ്. ഞാൻ എൻ്റെ ഒരു MBBS ഞാൻ പഠിക്കുന്ന സമയത്തുള്ള എൻ്റെ ഫോട്ടോ ഇന്നലെ ആക്സിഡൻ്റലി ഞാൻ കണ്ടു. ഓക്കെ. സോ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓവർ ദ സ്പാൻ ഓഫ് ഇയേഴ്സ് ഞാൻ എത്രത്തോളം ഫാറ്റ് അക്യൂമുലേറ്റ് ചെയ്തു. ഈ വരുന്ന എക്സസ് ഫാറ്റ് ഇഷ്യൂ ഇത് പണ്ട് നമ്മൾ വിചാരിച്ച ഇതൊരു സൈൻ ഓഫ് പ്രോസ്പെറിറ്റി. ഓക്കെ, അതിനാണെന്ന് വിചാരിച്ചു. ഇപ്പം അതല്ല. ഓക്കെ, അതൊരു പ്രോസ്പെറിറ്റിയുടെ സൈൻ ഒന്നും അല്ല. അപ്പോൾ ഈ ഫാറ്റ് അക്യൂമുലേഷൻ ആണ് ഇതിൻ്റെ ബേസിക് വില്ലൻ. രക്തക്കുഴലുകൾ അടവുകൾ ഉണ്ടാകാൻ തുടങ്ങും. രക്തക്കുഴൽ അടയുമ്പോഴത്തേക്കും ആ അവയവത്തിലേക്കുള്ള രക്തഓട്ടം കുറയുന്നു. സോ കിഡ്നിയിലോട്ട് രക്തഓട്ടം കുറയുന്നു, കിഡ്നി ഫെയിലിയർ വരുന്നു. ഹാർട്ടിലേക്കുള്ള രക്തഓട്ടം കുറയുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നു. കാലുകളിലേക്കുള്ള രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നു, കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. കണ്ണുകളിലും സെയിം തന്നെ. നമ്മുടെ റെറ്റിനൽ കോശങ്ങളെല്ലാം റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾ അടയുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൈൻഡ്നെസ് പോലത്തെ അവസ്ഥയിലേക്ക് വരും. മുൻ മന്ത്രിയായിരുന്ന ഡോക്ടർ MK മുനീർ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറയുന്നുണ്ട്, എനിക്ക് 30-ാം വയസ്സിൽ ഡയബറ്റിസ് ഞാൻ ഡയഗ്നോസ് ചെയ്തതാണ്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല. എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു എന്ന്. കൈകാൽ പെരുപ്പുണ്ടാകുന്ന എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഡയബറ്റീസിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. എനിക്കൊന്ന് നമ്മളെല്ലാവരും പാരൻസാണ്. അപ്പോൾ നമ്മളും നമ്മുടെ കുട്ടികളിൽ തന്നെ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ചില അത്ര നല്ലതല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റൂ, ഇപ്പോൾ കഴിച്ചോട്ടെ, വലുതാകുമ്പോൾ ഇവനിതൊക്കെ നിയന്ത്രിക്കുമല്ലോ, അത്തരത്തിലുള്ളൊരു ആ കൺസെപ്റ്റ്. അതെ, അതിപ്പോൾ മാറുവാണ്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് നമ്മൾ പറയാം, നിങ്ങളുടെ ഫേസ് എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ പാദങ്ങളെ നോക്കാനെന്ന്. 100 പേഷ്യൻ്റ് ചികിത്സിച്ച് കഴിഞ്ഞാൽ 90 പേരെയും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ലൈഫ് എത്രത്തോളം ജീവിക്കാൻ പറ്റുമോ അത്രയും നാൾ അത്യാവശ്യം ക്വാളിറ്റി ഓഫ് ലൈഫോട് കൂടി ജീവിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡോക്ടർ, എനിക്കറിയാം എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് ഒരു ജനറൽ ഫിസിഷ്യനാണ് പ്ലസ് ഡയബറ്റോളജിസ്റ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങയോട് ആദ്യം ചോദിക്കാനുള്ളത് കുറച്ചൊരു ഒപ്പീനിയനേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. മുന്നേയും നമ്മുടെ ചാനലിൽ സംസാരിച്ചിട്ടുള്ളതാണ്, പക്ഷേ അങ്ങയുടെ ഒപ്പീനിയൻ അറിയാൻ ശരിക്കും ആഗ്രഹമുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്കൊരിക്കലൊരു പ്രമേഹ രോഗം വന്നാൽ, നിങ്ങളൊരിക്കലൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയാൽ പൂർണ്ണമായും ജീവിതശൈലി കൊണ്ടാവട്ടെ മറ്റ് മരുന്നുകൾ കൊണ്ടാവട്ടെ പൂർണ്ണമായും റിവേഴ്സിബിളായി പ്രമേഹ രോഗി അല്ല എന്നൊരവസ്ഥയിലേക്ക് തിരികെ പോകാൻ നിങ്ങൾക്ക് സാധ്യമാണോ? അതേപ്പറ്റി അങ്ങയുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? എനിക്ക് തോന്നുന്നു ഒരു ഡയബറ്റീസ് റിലേറ്റഡ് ടോപ്പിക്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്വസ്റ്റ്യനാണെന്ന് ഞാൻ പറയും ഇത്. ബിക്കോസ് പല ആൾക്കാർക്കും ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു രോഗം ജീവിതകാലം മുഴുവൻ നിൽക്കും, ഫുൾ ടൈം അല്ലെങ്കിൽ ജീവിതകാലം മരിക്കുന്നത് വരെ മരുന്ന് കഴിക്കണം എന്നൊരു അറിവാണ് സാധാരണയുള്ളത്. പക്ഷേ ഇപ്പം ഞാനീ പറയാൻ പോകുന്നത് പലർക്കും ചിലപ്പോൾ ഒരു വളരെ നല്ലൊരു ന്യൂസായിട്ട് അവരതിനെ എടുക്കാം. റീസെൻ്റായിട്ട് നടന്ന പല പഠനങ്ങളും കാണിക്കുന്നത് ഡയബറ്റിസ് റിവേഴ്സൽ അല്ലെങ്കിൽ റെമിഷൻ ഓഫ് ഡയബറ്റീസ് എന്ന് പറയും പോസിബിളാണ്. അതാണ് നിങ്ങൾ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ്റെ ഉത്തരം. ഒരു ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു പേഷ്യൻറ്റിന് ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഡയഗ്നോസിസ് ആയിക്കഴിഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ ആൾക്കാർക്കുമല്ല, ഒരു ചെറിയ ശതമാനം ആളുകൾക്കെങ്കിലും ആ ഡയബറ്റീസ് ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റും. അതിനാണ് നമ്മൾ ഡയബറ്റീസ് റിവേഴ്സൽ അല്ലെങ്കിൽ ഡയബറ്റീസ് റെമിഷനാണ് കറക്റ്റ് ടേം. ബിക്കോസ് ഒരു ടോട്ടൽ ക്യൂർ എന്ന് ഞാൻ അതിനെ വാദിക്കുന്നില്ല, പക്ഷേ ഡയബറ്റീസ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് അവരെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ ഡോക്ടർ, അതിൻ്റെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിലാണ് സംസാരിക്കുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും പ്രധാനമായിട്ടും ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങനെ തിരിച്ചു പോക്ക് സാധ്യമാണ്? എനിക്ക് തോന്നുന്നു കുറച്ച് ഇൻഡെപ്തായിട്ട് അതിനെപ്പറ്റി പറയാനായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ, നാളെ മുതൽ എല്ലാ ഡയബറ്റിക് പേഷ്യൻസും എനിക്ക് റെമിഷൻ വേണമെന്ന് പറഞ്ഞാൽ സാധിക്കത്തില്ല. ചില ഡയബറ്റിക് പേഷ്യൻസിന് എസ്പെഷ്യലി അധികം നാൾ ഡയബറ്റീസ് ആയിട്ടില്ല, റീസെൻറ്റ് ഓൺസെറ്റ് ഡയബറ്റീസ്, പിന്നെ അമിതവണ്ണം. ഇപ്പോൾ ഒരു പേഷ്യൻറ്റിന് ഒരു 100 കിലോ ഉള്ളൊരു ആൾ, അയാൾക്ക് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തു, മേ ബി ഒരു 6 months 1 year ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നമുക്കറിയാം അയാളുടെ ഈ അമിതവണ്ണമാണ് അയാളുടെ ഡയബറ്റീസ് എന്ന് പറഞ്ഞ കണ്ടീഷനെ ഡ്രൈവ് ചെയ്യുന്നതും പ്രൊപ്പഗേറ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുപോകുന്നതും. സോ ഇവിടെ ആ അമിത ബോഡി വെയ്റ്റ്, അമിതവണ്ണം സിഗ്നിഫിക്കൻ്റായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റിയാൽ, അപ്പോൾ അതിനൊരു നമ്പേഴ്സ് ഉണ്ട്. ഒരു
പെർസെൻറ്റേജ് എങ്കിലും എക്സിസ്റ്റിംഗ് ബോഡി, ഫോർ എക്സാമ്പിൾ 100 kg മീൻസ് ഒരു 15 കിലോ എങ്കിലും ആ വ്യക്തി കുറച്ചാൽ, ഈ റീസെൻ്റ് ഓൺസെറ്റ് ആയിട്ടുള്ള ഡയബറ്റീസ് ആണ്, എന്നാൽ അതികഠിനമായിട്ടുള്ള ഡയബറ്റീസ് ഇല്ല. അപ്പോൾ മൈൽഡ് ഡയബറ്റീസ്, റീസെൻ്റ് ഓൺസെറ്റ് ഡയബറ്റീസ്, വെരി ഹൈ ബോഡി വെയ്റ്റ്, ടിപ്പിക്കൽ കാറ്റഗറിയാണ്. വെയ്റ്റ് ലോസ് പ്രൊമോട്ട് ചെയ്താൽ ഇവർക്ക് ഡയബറ്റിസ് റെമിഷനിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഊന്നൽ നൽകേണ്ടത് വെയ്റ്റ് ലോസിനാണ്. അതാണ് എൻ്റെ പോയിൻ്റ്. അമിതവണ്ണമുള്ള ഒരു ഡയബറ്റിക് പേഷ്യൻസ് വെയ്റ്റ് ലോസ് സാധാരണ ഒരു 1-2 കിലോ കുറച്ചിട്ട് എല്ലാം ആയെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. 10-15% ഓഫ് ഇപ്പോഴത്തെ ബോഡി വെയ്റ്റ് അത്രയും കുറയ്ക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ സാധ്യമാകും. ഡോക്ടർ, അടുത്തൊരു ചോദ്യം. ഞാനൊരു ഡയബറ്റിസ് ഒന്നും ഡിറ്റക്റ്റ് ചെയ്യാത്ത ഒരു നോർമൽ ഹ്യൂമൻ ബീങ് ആണെന്ന് ഇരിക്കട്ടെ. ഞാനൊരു മധ്യവയസ്സിലേക്കൊക്കെ കിടക്കുമ്പോൾ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ എത്ര കാലം കൂടുമ്പോൾ എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം? അതിൻ്റെ വാല്യൂസ് എത്രയിലൊക്കെ ഞാൻ നിലനിർത്തണം? ഈ ക്വസ്റ്റ്യൻ സ്ക്രീനിങ് ഫോർ ഡയബറ്റീസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ എന്നൊരു കൺസെപ്റ്റിനെ, അല്ലെങ്കിൽ ആ കൺസെപ്റ്റ് വെച്ചായിരിക്കണം ഈ ക്വസ്റ്റ്യനെ ഞാൻ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, മാഡം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ വയസ്കയാകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏജിലേക്ക് മധ്യവയസ്ക നമ്മൾ പറയുമ്പോൾ ഒരു ജനറലി ഒരു 40 years ഒക്കെ ആയിരിക്കും നമ്മൾ ജനറൽ കൺസെപ്റ്റിൽ വെക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യത്തിൽ ഒരു 40 years ആകാൻ വെയിറ്റ് ചെയ്യരുത് ഡയബറ്റീസ് സ്ക്രീനിങ്ങിന് വേണ്ടിയിട്ട്. വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പലപ്പോഴും മേ ബി ഒരു 10, 20, 30 കൊല്ലം മുന്നെയൊക്കെ 40 വയസ്സോ 45 വയസ്സോ ആയിരിക്കാം ഒരു ഡയബറ്റീസ് പേഷ്യൻ്റ് ഡയഗ്നോസ് ചെയ്യുന്നൊരു യൂഷ്വൽ ഏജ്. നമ്മുടെ മാറുന്ന ജീവിതശൈലി കാരണം ഒരു 2 ഡിക്കേഡെങ്കിലും, അറ്റ്ലീസ്റ്റ് 1 decade ഡെഫിനറ്റ്ലി, ബട്ട് ചില കേസസിൽ 2 decade മുന്നിലായി ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്ന ഏജ്. സോ ഇപ്പോൾ നമ്മളൊരു 25 years 30 years ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുന്നത് അൺകോമൺ അല്ല. ഇഷ്ടം പോലെ പേഷ്യൻസ് വരുന്നത്. അപ്പോൾ അത് കാരണം ഡയബറ്റിക് ഗൈഡ് ലൈൻസ് റിവൈസ് ചെയ്തു. സ്ക്രീനിങ് ഫോർ ഡയബറ്റീസ് ചെയ്യേണ്ട ഏജ് 18 years ആയി. 18 to 25 years തന്നെ നമുക്ക് ഡയബറ്റീസ് സ്ക്രീൻ ചെയ്യാമെന്നുള്ളതാണ്. സോ അതാണ് ഫസ്റ്റ് പോയിൻ്റ്. നമ്മുടെ വയസ്സ് കൂടുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, കാരണം വളരെ യങ് ഏജ് ഡയബറ്റിക് പേഷ്യൻസ് നമുക്കുണ്ട്. ഇപ്പം വേൾഡ് വൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താൽ 15% ഓഫ് ഡയബറ്റീസ് ബിലോ 40, ന്യൂലി ഡയഗ്നോസ് ഡയബറ്റീസിൽ ഒരു 15% ബിലോ 40 ആണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് അതിനെക്കാട്ടിലും കൂടുതലാണ്, മേ ബി 30-40% എങ്കിലും ബിലോ 40 ആണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഏജ്, വളരെ യങ് ഏജിൽ തന്നെ സ്ക്രീനിങ് നമുക്ക് നടത്താം. ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യൻ ഡയബറ്റിക് റിസ്ക് സ്കോർ എന്ന് പറഞ്ഞൊരു സ്കോറിംഗ് സിസ്റ്റമുണ്ട്, IDRS. നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ കിട്ടും. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നമുക്കൊരു ലബോറട്ടറിയിലൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഫോർ എക്സാമ്പിൾ, ഏജ് എത്രയാണെന്ന് ചോദിക്കും, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി എത്രത്തോളം നമ്മൾ ചെയ്യുമെന്ന് ചോദിക്കും, വീട്ടിലാർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കും, നമ്മുടെ ബോഡി വെയ്റ്റ് അല്ലെങ്കിൽ ബോഡിയിലെ ഫാറ്റ് കണ്ടൻറ്റിൻ്റെ മെഷർമെൻറ്റായ വേസ്റ്റ് സർക്കംഫറൻസ് എത്രയും ചോദിക്കും. അപ്പം ഏജ്, വേസ്റ്റ് സർക്കംഫറൻസ്, ഫിസിക്കൽ ആക്ടിവിറ്റി, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ്, ഈ 4 ക്രൈറ്റീരിയ വെച്ചിട്ട് IDRSൻ്റെ ഒരു സ്കോറിംഗ് സിസ്റ്റം ഉണ്ടാക്കാം. ആ സ്കോറിംഗ് സിസ്റ്റം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് <30, 30 to 59, more than 60 എന്ന് വരും. <30 ആണെങ്കിൽ യുവർ ഹെൽത്തി, യുവർ ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ഡയബറ്റീസ് വളരെ കുറവാണ്. സോ യു ക്യാൻ ബി റെസ്റ്റ് അഷ്യൂർഡ്. 30 to 59 മോഡറേറ്റ്. more than 60 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഇപ്പോൾ കാണാനും ഭാവിയിൽ വരാനുമുള്ള റിസ്ക് വളരെ ഹൈ ആണ്. ഓക്കെ, ആ പേഷ്യൻസിന് അറ്റ്ലീസ്റ്റ് more than 30 ഉള്ള പേഷ്യൻസിനും more than 60 ഉള്ള എല്ലാവർക്കും നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാം. ഇനിയാണ് എന്തൊക്കെ ടെസ്റ്റാണെന്നുള്ളത്. ഒരു സിമ്പിൾ ടെസ്റ്റാണ്, ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യാം. പിന്നൊരു HbA1c എന്ന് പറയുന്ന, അതാണ് 3 മാസത്തെ ഷുഗറിൻ്റെ ശരാശരി ആയിട്ടുള്ള ടെസ്റ്റ്. ഈ 2 ടെസ്റ്റ് ചെയ്താൽ തന്നെ ഏറെക്കുറെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോർമലായിട്ടൊരാൾക്ക് 100-ൽ താഴെയാണ് നോർമൽ, 126 ആൻഡ് എബവ് ഡയബറ്റീസ്. സോ അപ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ വരാം, 100-നും 125-നും ഇടയ്ക്കുള്ള വാല്യൂ. ഈ പേഷ്യൻസിനെ നമ്മൾ പ്രീ ഡയബറ്റീസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇമ്പയർഡ് ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ്. അവരുടെ ഫാസ്റ്റിംഗ് ഷുഗർ നോർമൽ അല്ല, ഡയബറ്റിക് റേഞ്ചിൽ എത്തിയിട്ടുമില്ല. സോ ഈ ഒരു കാറ്റഗറി ഓഫ് പേഷ്യൻസ് ആണ് പ്രീ ഡയബറ്റിക്. എന്താ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ,
100-ൽ താഴെയുള്ള ഗ്രൂപ്പിനെ കമ്പയർ ചെയ്ത് ഈ ഗ്രൂപ്പിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് ഡയബറ്റീസ് ഇസ് കുറച്ചുകൂടെ കൂടുതലാണ്. സോ സ്പെഷ്യൽ കൺസിഡറേഷനും പ്രിവെൻറ്റീവ് ആസ്പെക്ട്സും ചെയ്യേണ്ട ഗ്രൂപ്പാണത്. അതേപോലെ തന്നെയാണ് HbA1c 6.4 എബോവ് ഡയബറ്റീസ്, 5.7-ൽ താഴെയാണ് നോർമൽ, 5.7 to 6.4 പ്രീ ഡയബറ്റിക് ഏജ് ഗ്രൂപ്പ്. ഡോക്ടർ, ഈ പ്രീ ഡയബറ്റിക്കിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ എൻ്റെ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100-ൽ താഴെയാണ്. ഞാൻ റിസ്ക് ഇല്ല എന്ന് അനുമാനിക്കുന്നു. എങ്കിൽ എൻ്റെ ജീവിതശൈലി എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കൊണ്ടുപോകാം, എനിക്ക് ഇഷ്ടമുള്ളത്ര മധുരം കഴിക്കാം എന്നാണോ, എങ്കിലും ഞാൻ ചില പ്രിവെൻഷൻസ് എടുക്കേണ്ടതുണ്ട് എന്നാണോ? എക്സലൻറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ സ്ക്രീനിങ് ടെസ്റ്റും എന്തൊക്കെ ക്വസ്റ്റ്യനേഴ്സും എന്തൊക്കെ സയൻസും നമ്മൾ അപ്ലൈ ചെയ്താലും എല്ലാത്തിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു ടെസ്റ്റും 100% ഷുവർ അല്ല. അപ്പം നമ്മൾ ഈ ലെസ് ദാൻ 100 എന്ന് പറയുന്ന ആളുകൾ ഒരു കാറ്റഗറിയാണ്. ഡെഫിനറ്റ്ലി അവരുടെ ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് ഡയബറ്റീസ് 100-ൽ മുകളിലുള്ള ആളെക്കാട്ടിലും കുറവാണ് എന്നേ പറയുന്നുള്ളൂ. 0 എന്നൊരു വേർഡ് ഒരിടത്തും പറയുന്നില്ല. അപ്പോൾ നമുക്ക് യഥേഷ്ടം ആഹാരം കഴിക്കാം, തോന്നിയ പോലെ ജീവിക്കാം എന്നുള്ളൊരു മെസ്സേജ് അവിടെ ഇല്ല. പക്ഷെ എല്ലാ ആൾക്കാരും ഇപ്പോൾ ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ, സ്ക്രീനിങ് ടെസ്റ്റ് നോർമലാണോ അല്ലയോ, ചിട്ടയായത്തിലുള്ള ജീവിതശൈലിയും വ്യായാമവും അമിതവണ്ണം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ഒക്കെ എല്ലാ ഇൻഡിവിജ്വൽസിനും ആപ്ലിക്കബിളാണ്. മറ്റ് ഈ വാല്യൂ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന ആളുകളെ ഹൈ റിസ്ക് ഗ്രൂപ്പായി കാറ്റഗറൈസ് ചെയ്തിട്ട് സ്പെഷ്യൽ മെഷേഴ്സ് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ആ ഒരു സ്ക്രീനിങ്ങിൻ്റെ ഉദ്ദേശം. ഇനി ഡോക്ടർ, ഞാനൊരു പ്രീ ഡയബറ്റിക് റേഷ്യോയിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ പ്രധാനമായും എൻ്റെ ജീവിതശൈലിയിലായിക്കോട്ടെ ഭക്ഷണത്തിലായിക്കോട്ടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അപ്പം ഈ ബേസിക്കലി നമുക്കറിയാം ഡയബറ്റിസ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു 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 അത് തമ്മിലുള്ള ഡിഫറൻസ് ഇസ് വെരി തിൻ. അതൊരു എന്താ പറയുക, ബേസിക്കലി ഒരു ജേർണിയാണ്. ബേസിക്കലി നോർമലായിട്ടുള്ള ഒരാൾ ഡയബറ്റീസിലേക്കാവുന്നതിൻ്റെ ജേർണിയിലുള്ള ഇടയ്ക്കുള്ളൊരു ഫേസാണ് ഈ പ്രീ ഡയബറ്റീസ്. സോ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ പറയുന്ന എല്ലാ ആഹാര രീതിയും എല്ലാ റെസ്ട്രിക്ഷൻസും ഒരു പ്രീ ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ദാറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇപ്പം പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഫാറ്റ്. ബിക്കോസ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ തന്നെ ഫോട്ടോസ് ഞാൻ എൻ്റെ ഒരു MBBS ഞാൻ പഠിക്കുന്ന സമയത്തുള്ള എൻ്റെ ഫോട്ടോ ഇന്നലെ ആക്സിഡൻ്റലി ഞാൻ കണ്ടു. ഓക്കെ. സോ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓവർ ദ സ്പാൻ ഓഫ് ഇയേഴ്സ് ഞാൻ എത്രത്തോളം ഫാറ്റ് അക്യൂമുലേറ്റ് ചെയ്തു എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ ബെല്ലിയിലായാലും എബ്ഡോമനിലായാലും കൈകളിലായാലും ഫേസിലായാലും ഒക്കെ ഈ വരുന്ന എക്സസ് ഫാറ്റ് ടിഷ്യൂ, ഇത് പണ്ട് നമ്മൾ വിചാരിച്ച ഇതൊരു സൈൻ ഓഫ് പ്രോസ്പെറിറ്റി. ഓക്കെ, അതിനാണെന്ന് വിചാരിച്ചു. ഇപ്പം അതല്ല. ഓക്കെ, അതൊരു പ്രോസ്പെറിറ്റിയുടെ സൈനൊന്നും അല്ല. അതെ 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 അതെല്ലാം പോയി. അപ്പോൾ ഈ ഫാറ്റ് അക്യൂമുലേഷൻ ആണ് ഇതിൻ്റെ ബേസിക് വില്ലൻ. അപ്പോൾ ഈ ഫാറ്റ് എന്ന് പറയുമ്പോൾ കൊഴുപ്പ് നമ്മൾ ഫാറ്റ്, ഇത് ശരിക്കും പണ്ട് നമ്മൾ ഈ ഫാറ്റ് ടിഷ്യൂവിനെ കണക്കാക്കിയിരുന്നത് ഇതിന് ഫങ്ഷൻസ് ഒന്നുമില്ല, ഇത് വെറുതെ ഇങ്ങനെ ബോഡിയിൽ ഇരിക്കുന്നു, നമ്മളെ മറ്റേ തണുപ്പിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ. അങ്ങനെയല്ല, അതിൽ നിന്ന് ഒരുപാട് പദാർത്ഥങ്ങൾ സെക്രീറ്റ് ആവുകയും ഈ ഫാറ്റ് സെക്രീറ്റ് ചെയ്യുന്ന പല പദാർത്ഥങ്ങളുമാണ് ഫൈനലി ഇൻസുലിൻ റെസിസ്റ്റൻസ്, അതായത് ബോഡിയിൽ ഇൻസുലിൻ ആക്ട് ചെയ്യാത്ത അവസ്ഥ, ഫാറ്റി ലിവർ, ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ഇങ്ങനെ പല അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ എക്സസ് ഫാറ്റാണ്. സോ ഈ പ്രീ ഡയബറ്റിക് പേഷ്യൻസിനെ നമ്മൾ സ്ക്രീൻ ചെയ്യുക. അവരുടെ ബോഡി വെയ്റ്റ് റെക്കമെൻഡഡ് ടാർഗറ്റിനെക്കാട്ടിലും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആ ബോഡി വെയ്റ്റ് കുറയ്ക്കുക. അതിന് നമ്മൾ ഡയറ്റ്, എക്സസൈസ് രണ്ടും ഊന്നൽ നൽകും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡയറ്റും എക്സസൈസും അല്ല പറഞ്ഞു കൊടുക്കുന്നത്. കാലറി കുറച്ചുള്ളൊരു ഡയറ്റ്, എയ്റോബിക് ഫിസിക്കൽ എക്സസൈസ്. അപ്പോൾ അതിലൊരു 30 മിനിറ്റെങ്കിലും, ഏറ്റവും കുറഞ്ഞത് ഒരു ദിവസം 30 മിനിറ്റെങ്കിലും എയ്റോബിക് ഫിസിക്കൽ ആക്ടിവിറ്റി. സോ നമ്മുടെ ഹാർട്ട് ബീറ്റ് നല്ലോണം കൂടണം, വിയർക്കണം, ആ രീതിയിലുള്ള. വിയർക്കണം എന്നുള്ളതൊരു റിലേറ്റീവാണ്. ബിക്കോസ് നമ്മളൊരു AC വർക്കൗട്ട് ജിമ്മിൽ വർക്കണം, പക്ഷേ ഹാർട്ട് ബീറ്റ് റൈസ് ആകണം. സോ അതിനാണ് ബേസിക്കലി എയ്റോബിക് എക്സസൈസ് എന്ന്. സോ എയ്റോബിക് ടൈപ്പ് ഓഫ് എക്സസൈസ് 30 മിനിറ്റ്സ് പെർ ഡേ. 2 ദിവസം ആഴ്ചയിൽ വേണമെങ്കിൽ നമുക്ക് ഗ്യാപ്പ് റെസ്റ്റ് കൊടുക്കാം. സോ 150 മിനിറ്റ്സ് പെർ വീക്ക്, 30 മിനിറ്റ്സ് പെർ ഡേ, 150 മിനിറ്റ്സ് പെർ വീക്ക്. ഇതാണ് ഒരു എക്സസൈസ് പാറ്റേൺ. ഇതൊരു മിനിമമാണ്. നമുക്ക് എത്ര വേണമെങ്കിലും നമ്മുടെ കൂടുതൽ ചെയ്യാം, അതിന് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഡയറ്റ്. ഒബ്വിയസ്ലി ഹൈ കാലറി ഡയറ്റ്സ് എല്ലാം നമ്മൾ കട്ട് ചെയ്യണം.
അതാണ് നമ്മൾ കൂടുതലും ഷുഗറി ഐറ്റംസ് ആണ് ഈ ഹൈ കാലറി ഡയറ്റായിട്ട് വരുന്നത്. സോ ആഡഡ് ഷുഗേഴ്സ് നമ്മൾ ഈ സാധാരണ കഴിക്കുന്ന പലഹാരങ്ങൾ, പേസ്ട്രി, എണ്ണയിൽ വറുത്തത്, ബിക്കോസ് എണ്ണയും ബേസിക്കലി ഫൈനലി കൺവേർട്ടഡ് ഇൻറ്റു കാലറീസ് ആണ്. അപ്പം അങ്ങനത്തെ ഷുഗറി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ് എല്ലാം കുറയ്ക്കുക. കഴിക്കാൻ പറ്റുന്നത് എപ്പോഴും നല്ലത് നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒരു പരിധി വരെ പ്രീ ഡയബറ്റീസിൽ യൂസ് ചെയ്യാം. ഡയബറ്റീസിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു ആ ഒരു ഇത് വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആ, പിന്നെ ഓവറോൾ നമ്മുടെ ഫുഡ് കൺസപ്ഷൻസ് കുറയ്ക്കുക, കാലറി ഇൻടേക്ക് കുറയ്ക്കുക, എനർജി എക്സ്പെൻഡിച്ചർ കൂട്ടുക. അതിനാണ് ഈ എറോബിക് എക്സസൈസ് പറയുന്നത്. എന്നിട്ട് ഇതെല്ലാം ഫൈനലി നമ്മുടെ ഒരു വെയിറ്റ് ലോസിൽ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഈ പ്രീ ഡയബറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പേഷ്യൻറ്റിന് ചിലപ്പോൾ ഒരു 15%, 10% ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയാൽ ഈ പ്രീ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്ത് നോർമലാകാം. ഡോക്ടർ, ഇത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് തോന്നിയതാണ്. ഇപ്പം ഞങ്ങൾ എൻ്റെ കരിയറിൻ്റെ ഭാഗമായിട്ട് കുറേ ഡോക്ടേഴ്സിനോട് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെയും ഇപ്പോൾ കാർഡിയോളജിസ്റ്റ് ആയിക്കോട്ടെ, നെഫ്രോളജിസ്റ്റ് ആയിക്കോട്ടെ, ഇവരോടൊക്കെ ഞാനൊരു ഏറ്റവും മേജറായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം പറയൂ, നിങ്ങളുടെ ഹാർട്ടിനെ അല്ലെങ്കിൽ കിഡ്നിയെ സേഫാക്കി വെക്കാനെന്ന് പറയുമ്പോൾ അവരെല്ലാം ആൻസർ ചെയ്തിട്ടുള്ളത് നിങ്ങളൊരു ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ പ്രമേഹം മറ്റ് ബോഡി ഓർഗൻസിനെ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ ശരീരത്തെ മുഴുവനും അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു തുടങ്ങാൻ പോകുന്നത്. ഇപ്പം ഡയബറ്റീസ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും ഷുഗർ കൂടി നിൽക്കുമ്പോഴും ഒരു രോഗിക്ക് ഒരു ലക്ഷണങ്ങളും കാണണമെന്നില്ല. പലപ്പോഴും നമ്മൾ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിനെ കണ്ടുപിടിക്കുന്നത് ഈ സ്ക്രീനിങ് ടെസ്റ്റിലൂടെയാണ്. സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുന്നത് തന്നെ രോഗിക്ക് ലക്ഷണങ്ങളില്ലാത്തപ്പോഴാണ്. അപ്പോൾ ഡയബറ്റീസ് പേഴ്സേ, അതായത് നമ്മുടെ ബോഡിയിലെ ഷുഗർ കൂടുന്നതാണ് ഡയബറ്റീസ്. ആ മിയർ ഷുഗർ കൂടിയത് കൊണ്ട് ഒരു രോഗലക്ഷണങ്ങളും ഉണ്ടാകണമെന്നില്ല. പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ്? ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതിനെ നമ്മൾ ലോങ് ടേം കോംപ്ലിക്കേഷൻസ് ഓഫ് ഡയബറ്റീസ് എന്ന് വിളിക്കും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമ്മുടെ വൃക്കകളെയും ഹാർട്ടിനെയും കണ്ണുകളെയും പിന്നെ ഞരമ്പുകളെയും എല്ലാം ബാധിക്കുന്ന ഒരു മേജർ ഡിസീസായി ഡയബറ്റീസ് മാറും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന അമിത രക്തത്തിൻ്റെ ഫ്ലക്ച്വേഷൻസ്, ഇപ്പോൾ ചില സമയത്ത് 200, 300 ഷുഗർ കയറുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന ചില മെറ്റബോളിക് എബ്നോർമാലിറ്റീസ് എന്ന് തന്നെ പറയും, രാസപ്രക്രിയ. കണ്ടമാനം ഷുഗർ പെട്ടെന്ന് ബോഡിയിൽ റേസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ എസ്പെഷ്യലി നമ്മുടെ രക്തക്കുഴലിൻ്റെ അകത്തുള്ള ചില കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളാണ്. അതിനെ നമ്മൾ വാസ്കുലാർ ഡാമേജ് എന്ന് പറയും. വാസ്കുലാർ എന്ന് പറഞ്ഞാൽ രക്തക്കുഴൽ. ആ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന ഡാമേജ് ഡ്യൂ ടു ലോങ് ടേം ഹൈ ഷുഗർ എക്സ്പോഷർ. ഒരുപാട് നാൾ ഹൈ ഷുഗർ സ്റ്റേറ്റിൽ ഈ കോശങ്ങൾ എക്സ്പോസ്ഡ് ആയിരിക്കുമ്പോൾ ആ കോശങ്ങളുടെ അകത്തുണ്ടാകുന്ന ചില രാസപ്രക്രിയകൾക്കാണ് ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ. അപ്പോൾ ഫൈനലി സംഭവിക്കുന്നത് കോശങ്ങൾ സ്റ്റിഫായി തുടങ്ങും, അതിൻ്റെ പ്ലയബിലിറ്റി അല്ലെങ്കിൽ അത് കുറയും. അതേപോലെ തന്നെ അതിൽ ഇഞ്ചുറീസ് സംഭവിക്കും. ആ ഇഞ്ചുറീസ് സംഭവിക്കുന്നതോടുകൂടി രക്തക്കുഴലുകൾ അടവുകൾ ഉണ്ടാകാൻ തുടങ്ങും. രക്തക്കുഴൽ അടയുമ്പോഴത്തേക്കും ആ അവയവത്തിലേക്കുള്ള രക്തഓട്ടം കുറയുന്നു. സോ കിഡ്നിയിലോട്ട് രക്തഓട്ടം കുറയുന്നു, കിഡ്നി ഫെയിലിയർ വരുന്നു. ഹാർട്ടിലേക്കുള്ള രക്തഓട്ടം കുറയുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, ഹാർട്ട് ഫെയിലിയറിലേക്ക് പോകുന്നു. കാലുകളിലേക്കുള്ള രക്തക്കുഴലുകൾ അടഞ്ഞു പോകുന്നു, കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. കണ്ണുകളിലും സെയിം തന്നെ, നമ്മുടെ റെറ്റിനൽ കോശങ്ങളെല്ലാം റെറ്റിനയിലേക്കുള്ള രക്തക്കുഴലുകൾ അടയുമ്പോഴത്തേക്കും നമുക്ക് ബ്ലൈൻഡ്നെസ് പോലത്തെ അവസ്ഥയിലേക്ക് വരും. സോ ബേസിക്കലി ഇതാണ് ഒരു ഡയബറ്റീസിൽ സംഭവിക്കുന്നത്, വാസ്കുലാർ ഡാമേജ്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ. ഡോക്ടർ, അതുപോലെ തന്നെയാണ് അടുത്തിടെ ഡോക്ടർ എം കെ മുനീർ, മുൻ മന്ത്രിയായിരുന്ന ഡോക്ടർ എം കെ മുനീർ ഒരു ഇൻ്റർവ്യൂവിനിടയിൽ പറയുന്നുണ്ട്, എനിക്ക് 30-ാം വയസ്സിൽ ഡയബറ്റിസ് ഞാൻ ഡയഗ്നോസ് ചെയ്തതാണ്, പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടു. പിന്നെ അത് ന്യൂറോപ്പതിയായി. ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കുറേ ബുദ്ധിമുട്ടുകൾക്ക് കാരണം അതാണ്. എനിക്കിപ്പോൾ തോന്നുന്നു അന്ന് ഞാൻ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതായിരുന്നു എന്ന്. ഇങ്ങനെ വിചാരിക്കുന്ന കുറേ മനുഷ്യരുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു ഏർലി സ്റ്റേജിൽ പ്രമേഹം നിങ്ങൾക്കുണ്ടെന്ന് അറിഞ്ഞാൽ എങ്ങനെ അതിനെ ശ്രദ്ധിക്കണം? നിങ്ങൾക്കൊരു യൗവനത്തിൽ പ്രമേഹം വരുന്നതും ഒരു 60കൾക്ക് ശേഷം അല്ലെങ്കിൽ 70കളിൽ പ്രമേഹം വരുന്നതും ഇത് വ്യത്യാസപ്പെടുന്നുണ്ടോ? അത് വളരെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ
ഇത് ഞാനും കേട്ടിരിക്കുന്നു. വളരെ യങ് ഏജിൽ തന്നെ ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യുകയും അതിനെപ്പറ്റിയുള്ള ചില ന്യൂസും അദ്ദേഹം തന്നെ ചില ഇൻ്റർവ്യൂസിലും അതെ, ഞാനത് പറയുകയും കേട്ടിരുന്നു. ചെയ്തു. അതെ, അതെ. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, മേ ബി ഡോക്ടർ മുനീർ സാറ് മേ ബി ഡയഗ്നോസ് ചെയ്ത് മേ ബി 10-30 കൊല്ലം മുന്നേ ആയിരിക്കാം. അന്ന് ഈ 30 ഇയേഴ്സിലൊരു ഡയബറ്റീസ് വരുന്നത് വളരെ റെയർ ആയിരുന്നു. ഓക്കെ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോഴത്തെ നമ്മുടെ മാറിയ സാഹചര്യത്തിൽ വളരെ കോമൺ ആണ് നമുക്ക് 30 വയസ്സിലും 35 വയസ്സിലുമൊക്കെ ഡയബറ്റീസ് ആകുന്നവരുടെ എണ്ണം ക്രമാതീതമായി കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അതിൽ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 30 വയസ്സിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നതും 60 വയസ്സിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചല്ലോ, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് ഡയബറ്റീസിൻ്റെ എല്ലാവിധ കോംപ്ലിക്കേഷൻസും ഡ്യൂറേഷൻ ഡിപ്പെൻഡൻ്റ് ആണ്. അതായത് ഡയബറ്റീസ് ദീർഘകാലം നിൽക്കുമ്പോഴാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ അത് റെറ്റിനോപ്പതി, കണ്ണ്, വൃക്ക, ഇത് നമ്മുടെ ഹാർട്ട്, ഇതെല്ലാം അഫക്റ്റ് ആകുന്നത് ദീർഘകാലം ഡയബറ്റീസ് നിൽക്കുമ്പോഴാണ്. അപ്പോൾ 30 വയസ്സിൽ ഡയബറ്റീസ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ആൾ 60 വയസ്സ് വരെ 70 വയസ്സ് വരെ ജീവിക്കുമ്പോൾ ഇൻവേരിയബിളി കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ബിക്കോസ് ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് 20 വർഷം 30 വർഷം. സോ 60 ഇയേഴ്സിലൊക്കെയാണ് നമുക്ക് ഡയബറ്റീസ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് നമ്മുടെ ലൈഫ് സ്പാൻ മേ ബി 75 to 80 ഇയേഴ്സേ ഉള്ളൂ. അപ്പോൾ അവിടെ ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് 15 ഇയേഴ്സേ ഉള്ളൂ. സോ ഒരു കോംപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളും കുറവാണ്. സോ അതാണ് ആ പോയിൻ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ യങ് ഏജിൽ ഡയബറ്റീസ് വരുന്നതിനെ നമ്മളിപ്പം വളരെ സീരിയസ് ആയിട്ടാണ് കാണുന്നത്. കാരണം നമ്മുടെ യങ്ങർ ജനറേഷൻ മുഴുവൻ ഡയബറ്റീസ് ആവുകയും ഒരു 10-30 വർഷം അവർ ജീവിച്ച് കഴിയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് പോകുന്നു, നമ്മുടെ ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചർ ഇനോമസ് ആയിട്ട് കൂടുന്നു. നമ്മുടെ ഒരു നല്ലൊരു ജനത തന്നെ ഈ അസുഖത്തിന് അടിമപ്പെട്ട് ആകെ ഇതാവും. അപ്പോൾ അതാണ് ഈ ഒരു ഈ ഡിസ്കഷൻസിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. പിന്നെ ഉള്ളത് ഈ ഒരു ചിന്ത, അതായത് നമുക്ക് മുന്നേ ചെയ്യാമായിരുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാ കാര്യത്തിലും തോന്നുന്നതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നു റൈറ്റ് ടൈമിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ വിട്ടുപോവുകയും പിന്നെ ആലോചിക്കും, അപ്പോൾ അയ്യോ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു. അപ്പം എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ ഇതിലും സമയം നമുക്ക് വേണ്ടി കാത്തു നിൽക്കത്തില്ല. നമ്മൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അത് തന്നെയാണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഹെൽത്ത് ടോക്കിൻ്റെയൊക്കെ ബേസിക് ഇൻട്രസ്റ്റും അതിൻ്റെ അഡ്വാൻറ്റേജസും ഉദ്ദേശവും. അപ്പോൾ ഡയബറ്റീസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഡേ 1 മുതൽ നമ്മളതിനെ സീരിയസ് ആയിട്ട് കാണുക. അത് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെയും കൂടെ ആവശ്യമാണെന്ന് ചിന്തിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എനിക്ക് പറയാനുള്ളത്, ഒരു ഡോക്ടർക്കും പേഷ്യൻറ്റിൻ്റെ എഫേർട്ട് അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓക്കെ. വെരി ഇമ്പോർട്ടൻറ്റ്. എന്തൊക്കെ മരുന്ന് ഞങ്ങൾ എഴുതി കൊടുത്താലും എത്രയൊക്കെ നൂതനമായിട്ടുള്ള ചികിത്സ നിർദ്ദേശിച്ചാലും ആ വ്യക്തി തീരുമാനിക്കണം എൻ്റെ ഷുഗർ എനിക്ക് കൺട്രോൾ ചെയ്യണം എന്നുള്ളത്. സോ അതിനു വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൈനലി. ഡോക്ടർ, അതുപോലെയാണ് ഈ പ്രമേഹത്തെ സംബന്ധിച്ച് കേട്ടിട്ടുള്ള കുറേ വാദങ്ങളോ മിത്സോ യാഥാർത്ഥ്യമോ എന്നറിയാത്ത കാര്യങ്ങളാണ്. ഇത് ശരിയാണോ തെറ്റാണോ സത്യമാണോ മിഥ്യയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ കൈകാലുകളിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നു, ഇതൊക്കെ പ്രമേഹത്തിൻ്റെ ലക്ഷണമാകാമെന്ന്, അത് ശരിയാണോ? ഏറെക്കുറെ. ബിക്കോസ് ഇതൊരു സിംറ്റം, ഒരു വളരെ കോമൺ സിംറ്റമാണ്. ഒരു ഡയബറ്റിസ് സ്പെസിഫിക് സിംറ്റം എന്ന് ഞാൻ പറയില്ല, എങ്കിലും കൈകാലുകളിലെ പെരുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഞരമ്പുകളിൽ ഉണ്ടാകുന്ന ഒരു സിംറ്റമായിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു വളരെ ഷുഗർ ഹൈ ആകുന്ന അവസ്ഥയിൽ, ഇപ്പം പെട്ടെന്ന് നമുക്കൊരു 300-ഉം 400-ഉം 500-ഉം ഒക്കെ ഷുഗർ കൂടാം, ഈവൻ ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ. ഓക്കെ. ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോശങ്ങൾക്കുണ്ടാകുന്ന ചില കെമിക്കൽ റിയാക്ഷൻസ് കാരണം ഇങ്ങനത്തെ സിംറ്റംസ് നമുക്ക് ഉണ്ടാകാം. അപ്പോൾ അതൊരു ഈ കൈകാൽ പെരുപ്പുണ്ടാകുന്ന എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഡയബറ്റീസിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ മുന്നേ പറഞ്ഞ സ്ക്രീനിങ് ടെസ്റ്റിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യേണ്ടത് തന്നെയാണ്. ഡോക്ടർ, അതുപോലെ ശരീരത്തിൽ പ്രത്യേകിച്ച് ഈ കഴുത്തിൻ്റെ പിൻഭാഗത്തൊക്കെ ഉണ്ടാകുന്ന അസാധാരണമായ കറുപ്പ് ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു സൂചനയാണ് എന്ന് പറയുന്നത് ശരിയാണോ? കറക്റ്റാണ്. അതിന് പറയുന്നത് എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്, അങ്ങനെയാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ പേര്. എക്കാന്തോസിസ് നൈഗ്രിക്കൻസ്.
ആ പേരിൽ തന്നെ ഉണ്ട് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ബ്ലാക്കിഷ് പിഗ്മെൻറ്റേഷൻ. അപ്പോൾ നമ്മൾ യൂഷ്വലി കാണുന്ന കഴുത്തിൻ്റെ ബാക്കിൽ തന്നെയാണ് ആ ഒരു വെൽവെറ്റി ആയിട്ടിരിക്കും, ഒരു ബ്ലാക്കിഷ് കളർ, ഇച്ചിരി തിളക്കത്തോടു കൂടിയ ഒരു ബ്ലാക്കിഷ് കളർ. കൂടുതലും നമ്മൾ കാണുന്നത് വണ്ണ കൂടുതലുള്ള ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ അതൊരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ, പറഞ്ഞതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ഒരു എക്സ്റ്റേണൽ മാർക്കറാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ആ പേഷ്യൻറ്റിനെ എഗെയിൻ നമുക്ക് ചോദിക്കാം, ഡയബറ്റീസ് ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഞങ്ങൾ. അതേപോലെ ഇല്ലെങ്കിൽ അവരെ ഈ സ്ക്രീനിങ് ടെസ്റ്റിന്, ഇപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും HbA1c ചെക്ക് ചെയ്യാനായിട്ട് അവർ ഹൈ റിസ്ക് ആണ്. ഓക്കെ, എക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്നാണ് അതിൻ്റെ പേര്. അതിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം ഡോക്ടറെ അടുത്ത് സമീപിച്ചിട്ടുണ്ടാവില്ല, ആരെങ്കിലും അത് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ മാർക്കറാണ്. ആ ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് മാത്രമല്ല, കാരണം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 4-5 മെറ്റബോളിക് അബ്നോർമാലിറ്റീസിൻ്റെ ഒരു സൈനാണ്. അപ്പോൾ അതിൽ ഡയബറ്റീസ് വരാം, PCOD പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം, ഫാറ്റി ലിവർ. അപ്പോൾ ഇതെല്ലാം കൂടെ ഉൾപ്പെട്ട ഒരു മെറ്റബോളിക് അബ്നോർമാലിറ്റിയാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ്. അതിൻ്റെ ഒരു എക്സ്റ്റേണൽ മാർക്കറാണ് എക്കാന്തോസിസ്. അപ്പോൾ ഇത് സ്ത്രീകൾക്ക് കാണുവാണെങ്കിൽ, എസ്പെഷ്യലി മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉള്ള സ്ത്രീകൾ, ഇൻഫെർട്ടിലിറ്റി പോലെയുള്ളവർ, അവർക്കൊക്കെ ഇങ്ങനത്തെ മാർക്കർ ഉണ്ടെങ്കിൽ അതൊരു പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ ഡയബറ്റീസ് മാത്രമല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റ് അസുഖങ്ങളും അവർക്കുണ്ടാകാം. ഡോക്ടർ, അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയാറുണ്ട്, നിങ്ങൾ ചായയിലൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കുടിക്കുന്നത് വലിയ സംഭവമാക്കുകയും നിങ്ങൾ പിന്നെ ഈ ബിസ്ക്കറ്റും അതൊക്കെ കഴിക്കുകയും ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല. ഈ ചായയിലെ പഞ്ചസാര മാത്രം നിയന്ത്രിക്കുന്നതിൽ അർത്ഥമില്ല. അത് നിർദോഷമാണ്. നിങ്ങളൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ടു എന്ന് വിചാരിച്ച് അത് നിർദോഷമാണ് എന്ന് പറയുന്നത് സത്യമാണ്. കാരണം അതിൻ്റെ ഒരു മറുവാദം കേട്ടിരിക്കുന്നത് ഈ ഡയറക്റ്റ് ഷുഗർ എടുക്കുന്നത് അപകടമെന്നാണ് അതിൻ്റെ ഒരു മറുവാദം കേട്ടിരിക്കുന്നത്. ശരിക്കും അതിലേതാണ് സത്യം? അത് ബേസിക്കലി എനിക്ക് തോന്നുന്നത് ഈ റിഫൈൻഡ് ഷുഗേഴ്സ് എന്ന് പറയും നമ്മൾ. അപ്പോൾ അതാണ് ഈ ഡയറക്റ്റ് ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിച്ചു കഴിഞ്ഞാൽ അത് അബ്സോർപ്ഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു വളരെ സ്പീഡിൽ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ കയറാനുള്ള സാധ്യതകൾ ഈ റിഫൈൻഡ് ഷുഗേഴ്സിന് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പഞ്ചസാര എടുത്ത് ചായ കലക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റിഫൈൻഡ് ഷുഗേഴ്സാണ്. അത് കുടിക്കുമ്പോൾ അത്രയും ഷുഗർ കുറച്ച് ഒരു സ്പൂണേ ഇട്ടെങ്കിൽ പോലും അത് വളരെ ഫാസ്റ്റായിട്ട് അബ്സോർബ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മുടെ കഴിക്കുന്നതിന് മുന്നേ ബ്ലഡ് ഷുഗർ 150 ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു 300ലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. അതായത് ഒരു ഫുഡിന് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് എത്ര പെട്ടെന്ന് കൂട്ടാൻ പറ്റുന്നു എന്നുള്ളൊരു കഴിവാണ്. അപ്പോൾ അത് റിഫൈൻഡ് ഷുഗേഴ്സിന് ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഷുഗേഴ്സ് ഒരു ഡയബറ്റിക് പേഷ്യൻസ് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് കാരണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ആഡഡ് ഷുഗേഴ്സ് ഇൻ ടീ ഓർ കോഫി കഴിയുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അതേസമയം നമ്മളൊരു കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ചില ഫ്രൂട്ട്സിലൊക്കെ ഉള്ള കാർബോഹൈഡ്രേറ്റ്, അപ്പോൾ അതിൻ്റെ കൂടെ ഷുഗേഴ്സ് മാത്രമല്ല കഴിക്കുക, അതിൻ്റെ കൂടെ നമ്മൾ ഫൈബർ കഴിക്കും. ആ ഫ്രൂട്ട്സ് മൊത്തമായിട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ ഷുഗറിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ഫൈബറും ഒക്കെ ചേർന്നാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അബ്സോർപ്ഷൻ ബോഡിക്കുള്ളിൽ തന്നെ സ്ലോ ആയിരിക്കും. സോ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഷുഗർ, നമ്മളൊരു ഫ്രൂട്ടിലൊരു 60 ഗ്രാം ഷുഗർ ഉണ്ട്, 60 ഗ്രാം പഞ്ചസാര എടുത്തു. പഞ്ചസാര കൊണ്ട് ഷുഗർ ചിലപ്പോൾ 500 എത്തും, ഫ്രൂട്ട്സ് കൊണ്ട് ഷുഗർ ചിലപ്പോൾ 300-200 എത്തുള്ളൂ. അപ്പോൾ അതാണ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെയാണ്. ഡോക്ടർ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല, ഈ ഷുഗർ പേഷ്യൻറ്റും ഈ പ്രീ ഡയബറ്റിക് നിൽക്കുന്നവരും ഒക്കെ, ഞാൻ കോള കുടിക്കാറുണ്ട്, പക്ഷേ ഷുഗർ ഫ്രീ കോളയാണ് അല്ലെങ്കിൽ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റാണ് എടുക്കുന്നതെന്നൊക്കെ പറയും. ഇത് ശരിക്കും സേഫാണോ? ഈ ഷുഗർ ഫ്രീ എന്ന് പറയുന്നത് ബേസിക്കലി ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സിനെ പറ്റിയാണെന്ന് തോന്നുന്നു പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ചില കെമിക്കൽ സബ്സ്റ്റൻസസും ഉണ്ട്, നാച്ചുറൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സും ഉണ്ട്. ഇപ്പോൾ കൂടുതലും കെമിക്കലാണ് യൂസ് ചെയ്യുന്നത്. അസ്പാർട്ടൈം, സുക്രലോസ് എന്നൊക്കെ പറയുന്ന ചില കെമിക്കൽ സബ്സ്റ്റൻസസ് ആണ്. ഇത് ആക്ച്വലി ബേസിക്കലി ഡയബറ്റീസിനെ സംബന്ധിച്ച് ഇത് ഓക്കെയാണ്, ബിക്കോസ് ഇത് 0 കാലറി അല്ലെങ്കിൽ നോൺ കാലറി സ്വീറ്റ്നേഴ്സാണ്. അപ്പോൾ ഇത് കഴിച്ചത് കൊണ്ട് ആ മധുരം നമുക്ക് ഫീൽ ചെയ്യുമെന്നുണ്ടെങ്കിലും ഇതിനെ ബോഡി ഒരിക്കലും നമുക്ക് ഷുഗറായിട്ട് ബ്ലഡ് ഷുഗർ റൈസ് ചെയ്യത്തില്ല. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഒരു പേഷ്യൻറ്റിന് അയാൾക്ക് ഷുഗർ ഇല്ലാതെ കഴിക്കാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയിൽ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ എങ്കിൽ കൂടി
നമ്മളെല്ലാം മാറുമ്പോൾ നമ്മുടെ ആ ഒരു ടേസ്റ്റ് പ്രിഫറൻസും ഒക്കെ മാറ്റാൻ തന്നെ അത് ഞാൻ എപ്പോഴും പേഷ്യൻ്റ് അതാ പറയുന്നത്. നിങ്ങളിപ്പം ഡയബറ്റീസ് ആണ്, അപ്പോൾ ഇതൊരു നിങ്ങളുടെ ഒരു ചാലഞ്ചായിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കപ്പ് ഓഫ് കോഫി വിത്തൗട്ട് ഷുഗർ കഴിക്കാനായിട്ട് നമ്മൾ കേപ്പബിൾ ആകണം, നമ്മളെ മാറ്റണം നമ്മൾ. അതാണ് ഒരു മാറ്റം ബേസിക്കലി. അപ്പം കഴിയുന്നതും ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യാറില്ല, പക്ഷേ സയൻറ്റിഫിക്കലി വൺസ് ഇൻ എ വൈൽ നമ്മളൊരു ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് എടുത്തത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. അത് ഷുഗർ ഫ്രണ്ട്ലി തന്നെയാണ്. കോളയുടെ കാര്യം അത് എനിക്കത്ര അറിവില്ല. എനിക്ക് ആക്ച്വലി ഈ ബേസിക്കലി അതിൻ്റെ കാലറീസ് നോക്കാം. ഇപ്പോൾ കോള ബേസിക്കലി ബോട്ടിൽഡ് ബിവറേജ് ആയതുകൊണ്ട് മേ ബി അതിൽ 0 കാലറി ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഷുഗറിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ അത് ഷുഗറായി മാറത്തില്ല. ഡോക്ടർ അതുപോലെ തന്നെയാണ്. അടുത്തിടെ ഒരു സംസാരിക്കുമ്പോഴോ റീലിലോ എന്തോ കേട്ടുപോയതാണ്. ഒരാൾക്ക് ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു, അയാൾ ഒരു അബോധാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പെട്ടെന്ന് ഈ പഞ്ചസാര വെള്ളം കലക്കി അയാൾക്ക് കൊടുക്കുക എന്നുള്ളത്. അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിയാണോ? അതിൽ പറയുന്നത് ബേസിക്കലി ഇപ്പം പറഞ്ഞ പോലെ അയാൾ അബോധാവസ്ഥയിലാണെന്ന് വെച്ചോളാം. സോ ദാറ്റ് മീൻസ് വിളിച്ചാൽ റെസ്പോൺസ് ഒന്നും കിട്ടുന്നില്ല, അയാളുടെ മൗത്ത് ക്ലോസ്ഡ് ആയിരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്തെങ്കിലും പദാർത്ഥം കലക്കി ആ വ്യക്തിയുടെ വായിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് സോളോ ചെയ്ത് സ്റ്റൊമക്കിലേക്ക് കൊണ്ടുപോകാൻ ആ വ്യക്തിക്ക് അപ്പോൾ കഴിവുണ്ടാകത്തില്ല. കാരണം ഓൾമോസ്റ്റ് അൺകോൺഷ്യസ് ആണ്. അപ്പോൾ ഇതിലൊരു റിസ്ക് ഉള്ളത് ഈ ഫ്ലൂയിഡും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ആയിക്കോട്ടെ, മുട്ടായി ആയിക്കോട്ടെ, അത് ലങ്സിലേക്ക്, അതായത് നേരെ നമ്മുടെ അന്നനാളം വഴി സ്റ്റൊമക്കിലേക്ക് പോകുന്നതിന് പകരം നമ്മുടെ നാളത്തിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് പാടില്ല എന്ന് പറയുന്നത്. അപ്പോൾ ശ്വാസനാളത്തിനുള്ളിലേക്ക് ഒരു പദാർത്ഥം പോയി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡെത്താണ്. കാരണം ശ്വാസം പിന്നെ കിട്ടത്തില്ല ആ പേഷ്യൻ്റ്. അപ്പം ചോക്കിങ് എന്ന് പറയും. അപ്പം ആ പേഷ്യൻ്റ് ഷുഗർ കുറഞ്ഞ് കിടക്കുന്ന ഒരാളെ നമ്മൾ മരണത്തിലേക്ക് തള്ളിവിടുന്നത് പോലെ ആയിപ്പോവും. സോ അബോധാവസ്ഥയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിൻ്റെയും അത് ഷുഗർ കുറഞ്ഞു എന്ന് നമുക്കറിയാമെങ്കിൽ പോലും കഴിയുന്നതും ഇതുപോലത്തെ ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ കട്ടിയുള്ള പദാർത്ഥങ്ങളോ വായിലേക്ക് ഇടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ചോദിക്കും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാം. അവിടെ അതൊരു ട്രിക്കി സിറ്റുവേഷനാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്കറിയാം. അതൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്, അയാൾക്ക് ഷുഗർ കുറഞ്ഞാണ്, അയാൾ അബോധാവസ്ഥയിലായി പോയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിൾ കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ലൈറ്റായിട്ടുള്ള ഈ ഗ്ലൂക്കോസ് നമ്മുടെ പൗഡേഴ്സ് ഉണ്ടല്ലോ, അത് ഇച്ചിരി നമുക്ക് ലിപ്സിൻ്റെ അവിടെയും കുറച്ച് ബക്കൽ ക്യാവിറ്റി നാക്കിൻ്റെ താഴെയും വെക്കുന്നതുകൊണ്ട് വലിയ അപകടമില്ല. ബിക്കോസ് അതവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കും. ഗ്ലൂക്കോസ് പൗഡേഴ്സ് ആകുമ്പോൾ നമുക്ക് ആസ്പിരിൻ ഈ ലങ്സിലേക്കൊന്നും പോകത്തില്ല, അതവിടെ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ ചോദിക്കുക അതെങ്ങനെ ഷുഗർ കൂട്ടുമെന്നുള്ളത്, അയാൾ വിഴുങ്ങുന്നില്ലല്ലോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ചില പദാർത്ഥങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഷുഗറും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മുടെ വായിലുള്ള രക്തക്കുഴൽ വഴി തന്നെ ഈ ഷുഗർ അബ്സോർപ്ഷൻ നടന്ന് ബ്ലഡിലേക്ക് കയറും. അപ്പം ബക്കൽ അബ്സോർപ്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ഓക്കെ, ചില മരുന്നുകൾ നമ്മൾ കൊടുക്കുമല്ലോ നാക്കിനടിയിൽ വെക്കാനായിട്ട്, സെയിം പ്രിൻസിപ്പിളാണ്. അപ്പോൾ നാക്കിനടിയിൽ നമ്മൾ മരുന്ന് വെക്കുമ്പോൾ ഈ മരുന്ന് അലുത്തിട്ട് ഈ നാക്കിനടിയിലുള്ള രക്തക്കുഴലിലൂടെ തന്നെ ഇത് ബ്ലഡിലേക്ക് കയറും, ആമാശയത്തിൽ എത്തണ്ട. ആ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്ത് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ എന്നാലും അത്ര റെക്കമെൻഡഡ് സ്ട്രാറ്റജി അല്ല. പക്ഷേ ഒരാൾ അബോധാവസ്ഥയിൽ കാണുന്നു, ഷുഗർ കുറഞ്ഞതാണെന്ന് നമുക്ക് 100% ഷുവറാണ്, വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരിക്കലും ഒരു ഗ്ലാസ് വെള്ളമോ ഒരു വലിയ മുട്ടായോ ഇട്ട് കൊടുക്കരുത്. ഡോക്ടർ, ഇനി നമ്മൾ കുറച്ച് ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, പക്ഷേ പലർക്കും അറിവുണ്ടാവില്ല. കോമൺ മാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. നമ്മൾ ഈ പലതരം ഡയബറ്റിസ് ഉണ്ടെന്നും ഈ ടൈപ്പ് 1 ടൈപ്പ് 2 ഇതാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? അങ്ങനെ പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടോ? നമുക്ക് ഡയബറ്റീസിനെ ബ്ലഡ് ഷുഗർ കൂടുന്ന അവസ്ഥ ഡയബറ്റീസ്. ആ ഡയബറ്റീസിനെ നമുക്ക് പലതരം കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾക്ക് അറിയാവുന്നത് ടൈപ്പ് 2. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതായത് പ്രായപൂർത്തിയായ ആൾക്കാർക്ക് അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാർക്ക് കാണുന്ന ഡയബറ്റീസ്, അത് ടൈപ്പ് 2 ഡയബറ്റീസ്. അതാണ് ഏറ്റവും കോമൺ. നമ്മുടെ നാട്ടിലും ഒരു 95 അല്ലെങ്കിൽ അതിന് മുകളിലും 95% മുകളിലും നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസാണ് കാണുന്നത്. അപ്പോൾ അത് ഏജ് ആയ ആൾക്കാർക്ക് മേ ബി 25, 30, 40 അങ്ങനെ. അതിൻ്റെ ഏജാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 40 വയസ്സായിരുന്നു പണ്ട്, ഇപ്പോൾ അത് കുറഞ്ഞ് വന്നിട്ടുണ്ട്. എങ്കിലും ഒരു 25 to 30 ഇയേഴ്സിന് മുകളിൽ കാണുന്ന ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ്. അപ്പോൾ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഫാറ്റ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, അമിതവണ്ണം ഇതുമായിട്ടൊക്കെ അസോസിയേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അവിടെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടുത്തെ മെയിൻ ഫാക്ടർ. അപ്പോൾ ഇൻസുലിൻ ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട്,
പാൻക്രിയാസ് എന്ന് പറഞ്ഞ ഗ്രന്ഥിയിൽ നിന്നാണ് ഇൻസുലിൻ ഉണ്ടാകുന്നത്. ടൈപ്പ് 2 ഡയബറ്റീസിൽ പാൻക്രിയാസിന് ഇൻസുലിൻ ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ഈ ഇൻസുലിന് കോശങ്ങളിൽ പോയി ആക്ട് ചെയ്ത് ഷുഗർ കുറയ്ക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ആ ഹോർമോണ് അതിനെ ആക്ഷൻ നടത്താൻ പറ്റുന്നില്ല. സോ ദർ ഈസ് സം റെസിസ്റ്റൻസ് എന്ന് പറയാം. അതാണ് അതിൻ്റെ ബേസിക് ഡിഫറൻസ്. ടൈപ്പ് 1 ബേസിക്കലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാകുന്നില്ല, പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഷട്ട് ഡൗൺ ആണ്. അപ്പം അത് ടൈപ്പ് 1. അപ്പം പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് ഷുഗർ ഒരു കാരണവശാലും കുറയ്ക്കാൻ പറ്റത്തില്ല. കാരണം ആ പേഷ്യൻ്റ്, അതുകൊണ്ടാണ് ചൈൽഡ്ഹുഡിലെ അവർക്ക് ഡയബറ്റീസ് വരും. 1 ഇയർ 2 ഇയർ 3 ഇയറിലെ ഡയബറ്റീസ് വരും. കാരണം അവർക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ ബോഡിയിലില്ല. സോ കുട്ടിയായിരിക്കുമ്പോൾ തന്നെയും ഡയബറ്റീസ് ഡിറ്റക്റ്റ് ചെയ്യും. അതാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ഡയബറ്റീസ്. ബിക്കോസ് അവരുടെ ശരീരത്തിൽ ഇൻസുലിൻ ഇല്ല. അപ്പം വളരെ പെട്ടെന്ന് ഷുഗർ കൂടും, വളരെ പെട്ടെന്ന് ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് അവർ പോകാം. ആൻഡ് ട്രീറ്റ്മെൻറ്റിനും ഇൻസുലിൻ തന്നെ വേണം. കാരണം ഇൻസുലിൻ ബോഡിയിലില്ല. ഇനി വേറൊരു ട്രീറ്റ്മെൻറ്റിനും അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഇൻസുലിൻ തന്നെ വേണം. സോ ടൈപ്പ് 1 ഡയബറ്റീസ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ല, കുട്ടികളിലാണ് കാണുന്നത്, ട്രീറ്റ്മെൻറ്റിന് ഇൻസുലിൻ തന്നെ വേണം. ടൈപ്പ് 2 ഡയബറ്റീസ് മുതിർന്ന ആൾക്കാർക്കാണ് കാണുന്നത്, അമിതവണ്ണവുമായിട്ട് റിലേറ്റഡ് ആണ്, ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് റീസൺ. നമുക്ക് മരുന്നുകളിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. ഡോക്ടർ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കേരള ഗവൺമെൻറ്റിൻ്റെ മിഠായി എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചൊക്കെ ഓർക്കരുത്. കുട്ടികളിൽ ഡയബറ്റീസ് കൂടി വരുന്നുവെന്നും അതിൻ്റെതിലുള്ള പ്രതിരോധം എന്ന നിലയ്ക്കുള്ള ഒരു പ്രോജക്റ്റായിരുന്നു. കുട്ടികളിലെ ഡയബറ്റീസ് എപ്പോഴും ടൈപ്പ് 1 തന്നെയാണോ ആകാറുള്ളത്? ആസ് എ പാരൻസ് നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ കുട്ടികളിലെ ഡയബറ്റീസ്? നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ അത്. അതെ അതെ. അപ്പം നമ്മൾ പറഞ്ഞു വരുമ്പം എല്ലാത്തിനും എക്സെപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം കോമൺ ആയിട്ട് ജനറലായിട്ട് കുട്ടികളിൽ കാണുന്ന ഡയബറ്റീസ് ടൈപ്പ് 1 ആണ് നമ്മൾ യൂഷ്വലി ഒരു 3 വയസ്സ് 4 വയസ്സ് 5 വയസ്സിലൊക്കെ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ടൈപ്പ് 1. അതിന് മുകളിലേക്കുള്ള ഒരു 20-25 അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതലും ടൈപ്പ് 2ൻ്റെ ചാൻസസ് ആണ് കൂടുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യം നമ്മളിപ്പോൾ കഴിഞ്ഞൊരു 5-10 ഇയേഴ്സായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ചൈൽഡ്ഹുഡ് ഒബേസിറ്റി, അതായത് കുട്ടികളിലുള്ള അമിതവണ്ണം. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നമുക്കൊക്കെ പ്രോബ്ലി ബോഡി വെയിറ്റ് കൂടി തുടങ്ങിയത് ഒരു ഏജ് കഴിഞ്ഞതിന് ശേഷമാണ്. പണ്ടൊക്കെ വളരെ തിന്നായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സ്കൂളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, ഒരു ക്ലാസ്സിൽ പോയി നമ്മൾ എണ്ണം എടുത്തു കഴിഞ്ഞാൽ തിൻ ആയിട്ടുള്ളൊരു കുട്ടിയെ ചിലപ്പോൾ കാണാൻ തന്നെ കിട്ടത്തില്ല. സോ ബേസിക്കലി ചൈൽഡ്ഹുഡ് ഒബേസിറ്റി ഈസ് ഓൺ ദ റൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അമിത ഫാറ്റും മറ്റ് കാര്യങ്ങളും നേരത്തെ നമ്മൾ അഡൾട്ട്സിലാണ് ആപ്ലിക്കബിൾ ആയിരുന്നത്. പക്ഷേ ഇപ്പം സിറ്റുവേഷൻ മാറിത്തുടങ്ങി. കുട്ടികളിലെ അമിതവണ്ണം കാരണം 15 വയസ്സിലും 10 വയസ്സിലും ടൈപ്പ് 2 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത കേസസ് ഉണ്ട്. സോ അത് കാരണം ഇപ്പോൾ നമ്മൾ ശാസ്ത്രീയപരമായിട്ടുള്ള ടെസ്റ്റുകൾ കൂടെ ചെയ്തിട്ട് വേണം ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം കുട്ടികളിലും വേർതിരിക്കാൻ. ബിക്കോസ് വൺസ് ഇൻ എ വൈലെങ്കിലും അമിതവണ്ണമുള്ള ഒരു കുട്ടി ആയിരിക്കാം നമ്മുടെ പേഷ്യൻ്റായി മുന്നിയിരിക്കുന്നത്. അവർക്ക് ടൈപ്പ് 2 ആയിരിക്കാം, ടൈപ്പ് 1 ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെസ്റ്റുകളുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട്. ഇൻസുലിൻ്റെ ലെവലും ഒക്കെ നോക്കാൻ പറ്റുന്ന ടെസ്റ്റുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ആ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികളുടെ ഡയബറ്റീസും ടൈപ്പ് 1 എന്ന് ലേബൽ ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ മുതിർന്ന ഡയബറ്റീസും മുതിർന്ന ഏജിൽ വരുന്ന ഡയബറ്റീസും ടൈപ്പ് 2 എന്ന് ലേബൽ ചെയ്യാം. ബിക്കോസ് നമുക്ക് ഇനിയൊരു കാറ്റഗറി ഓഫ് ഡയബറ്റീസ് ഉണ്ട്, MODY എന്ന് പറയും. MODY, ഓക്കെ, മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവിടെ തന്നെ യങ് ഏജിലാണ് വരുന്നത്. എന്നാൽ ടൈപ്പ് 2 അല്ല, ടൈപ്പ് 1ഉം അല്ല, രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു വേരിയൻ്റാണ് MODY എന്ന് പറയുന്നത്. അത് ജെനറ്റിക്കാണ് ബേസിക്കലി. ചില പർട്ടിക്കുലർ ജീൻസിൽ വരുന്ന എബ്നോമാലിറ്റി കാരണം വരുന്നതാണ്. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വളരെ ക്ലിയർ ആയിട്ട് ഏതെങ്കിലും ഒരു പാരൻസിൻ്റെ സൈഡിൽ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഡയബറ്റീസ് കാണും. അമ്മയ്ക്ക് കാണും, അമ്മയുടെ അമ്മയ്ക്ക് കാണും, അവരുടെ അമ്മയ്ക്ക് കാണും, അങ്ങനെ കാണും. ആ ഒരു ഹിസ്റ്ററി നമുക്ക് എലിസിറ്റ് ചെയ്യാൻ പറ്റും. സോ അതിനെ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. പിന്നെ ഒരു ഡയബറ്റീസാണ് പാൻക്രിയാറ്റിക് ഡയബറ്റീസ്. പണ്ട് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിരുന്ന ഡയബറ്റീസ് ആയിരുന്നു, ഇപ്പോൾ അധികം ഇല്ല. ഈ കപ്പ ഒക്കെ കഴിച്ചിട്ട് വരുന്ന ചില ഡയബറ്റീസ് എന്ന് ഒരുപാട് ആ ഒരു ടൈപ്പുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് കാരണം പാൻക്രിയാസിൽ ഒരുപാട് കാൽസിഫിക്കേഷൻസ് വരും. അപ്പം പാൻക്രിയാസ് നോക്കിക്കഴിഞ്ഞാൽ അവർ വളരെ തിൻ ബിൽറ്റ് ആയിരിക്കും, ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അബ്ഡോമിനൽ പെയിൻ വരുന്ന ആൾക്കാർ ആയിരിക്കും. ഓക്കെ, അപ്പം ഭയങ്കര ഡയബറ്റീസ് ആയിരിക്കും. അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ പാൻക്രിയാറ്റിക് ഡയബറ്റീസ് എന്ന് പറയും.
ഇനിയുള്ളതാണ് ചില മരുന്നുകൾ മൂലം വരുന്ന ഡയബറ്റീസ്. നമ്മൾ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടാകും. കോവിഡ് എന്ന് പറഞ്ഞൊരു അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് നമ്മൾ സ്റ്റിറോയിഡ്സ് വളരെ അമിതമായിട്ട് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അന്നേരം ലൈഫ് സേവിങ് ആണ് നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ സ്റ്റിറോയിഡ്സ് പോലത്തെ മരുന്ന് ലൈഫ് സേവിങ് ആയിരുന്നു. അതെടുത്ത് ഡയബറ്റീസ് വന്ന ആൾക്കാരാണ്. അപ്പോൾ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ്, ഡ്രഗ്സ് കാരണം വരുന്ന ഡയബറ്റീസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് ഡയബറ്റീസ്. ഡോക്ടർ, ഒരു സംശയമാണ്. ഈ ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡ്രഗിൻ്റെ കാലം കഴിഞ്ഞു, പിന്നെ നിങ്ങൾ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു പോയാൽ അത് റിവേഴ്സിബിൾ ആവോ? ഏറെക്കുറെ ഇപ്പം നമ്മൾ സ്റ്റിറോയിഡ് ഇൻഡ്യൂസ്ഡ് ഡയബറ്റീസ് ഒക്കെ പലപ്പോഴും നമ്മൾ സ്റ്റിറോയിഡ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലക്രമേണ ആ രോഗി പഴയ ഒരു സ്റ്റേജിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ സാധാരണ ഡയബറ്റീസ് പോലെയല്ല, അത് റിവേഴ്സിബിൾ തന്നെയാണ്. കാരണം അത് ആ മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ട് വന്നതായതുകൊണ്ട്. പക്ഷേ ചില കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ഉണ്ട്. ഇപ്പം ക്യാൻസർ കീമോതെറാപ്പിക്ക് യൂസ് ചെയ്യുന്ന ചില പദാർത്ഥങ്ങളുണ്ട്. അത് ചിലപ്പം പെർമനൻറ്റ് ഡയബറ്റീസ് ഉണ്ടാക്കും. ബിക്കോസ് അവിടെ നമ്മൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാനായിട്ടാണ് മരുന്ന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ മരുന്ന് തന്നെ നമ്മുടെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ നശിപ്പിക്കാം. അവിടെ ചിലപ്പം പെർമനൻറ്റ് ഡയബറ്റീസിലേക്ക് പോകാം. സ്റ്റിറോയിഡ് പോലത്തെ കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് സ്റ്റിറോയിഡ് നിർത്തി കഴിഞ്ഞാൽ പതുക്കെ 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 റിവേഴ്സിബിൾ ആണ്. ഓക്കെ ഡോക്ടർ, അതുപോലെ തന്നെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോൾ ഡയാലിസിസുമായി വരുന്ന ചില ഡയാലിസിസ് ക്ലിനിക്കുകളിലൊക്കെ വരുന്ന പേഷ്യൻസിൻ്റെ ഒരു 50%-ലേറെയും അവരുടെ തുടക്കം പ്രമേഹത്തിൽ നിന്നായിരുന്നു എന്ന് പറയും. അത് ശരിയാണോ? കിഡ്നിയെ അത്രമേൽ ബാധിക്കുകയും ഒരു ഡയാലിസിസിലേക്കൊക്കെ കിഡ്നി ഫെയിലുവറിലേക്ക് നയിക്കാൻ കപ്പാസിറ്റി ഉണ്ടോ ഈ പ്രമേഹത്തിന്? കറക്റ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. എനിക്ക് തോന്നുന്നു 50 അതിൽ കൂടുതലാണെന്ന് പറയേണ്ടി വരും. ഒരു 80% ഓഫ് ഇപ്പോഴത്തെ ക്രോണിക് കിഡ്നി ഡിസീസ്, അതാണ് ആ വേർഡ്. നമ്മൾ ഡയാലിസിസിൽ പോകുന്ന ഒരു പേഷ്യൻ്റ് അസുഖമാണ് CKD അല്ലെങ്കിൽ ക്രോണിക് കിഡ്നി ഡിസീസ്. അപ്പോൾ ഒരു 85% ഓഫ് ക്രോണിക് കിഡ്നി ഡിസീസ് അല്ലെങ്കിൽ ഡയാലിസിസിലേക്ക് പോകുന്ന രോഗികളുടെയും അവരെ ആ സ്റ്റേജിൽ കൊണ്ടെത്തിച്ചത് ഡയബറ്റീസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് വളരെ കറക്റ്റാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി ചെറിയൊരു ശതമാനം ഹൈപ്പർ ടെൻഷൻ കൊണ്ടുവരാം, ചെറിയൊരു ശതമാനം മറ്റ് കിഡ്നിയെ മാത്രം അഫക്റ്റ് ചെയ്യുന്ന ചില അസുഖങ്ങൾ കൊണ്ടുവരാം, ചില മരുന്നുകൾ കൊണ്ടുവരുന്നതുണ്ട്, അങ്ങനെ ഇൻഫെക്ഷൻസ് കൊണ്ടുവരാം. പക്ഷേ എന്നാലും ഒരു 80% ഡയബറ്റീസ് തന്നെയാണ്. സോ അതിൽ നിന്ന് തിരിച്ചു വായിച്ചു കഴിഞ്ഞാൽ ഡയബറ്റീസിനെ നല്ലവണ്ണം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80% കിഡ്നി ഡിസീസും ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാനും പറ്റും. ഡോക്ടർ, ഇനി ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ലൈഫ് സ്റ്റൈലൊക്കെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്നു, ഫുഡിലൊക്കെ കൺട്രോൾ ഉണ്ട്, പക്ഷേ ഞാൻ നല്ല സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. സ്ട്രെസ്ഫുൾ കണ്ടീഷനിലാണ് എൻ്റെ വർക്ക്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ ഒരാൾ ദീർഘനാൾ ഒരു സ്ട്രെസ്സിലൂടെ കടന്നുപോയാൽ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടിയാണല്ലോ. അങ്ങനെ ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും പ്രൂവൺ ആയിട്ടുണ്ടോ? പ്രൂവൺ ആണത്. കാരണം ഈ സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ, എനിക്ക് തോന്നുന്നു, എല്ലാ മെക്കാനിസത്തിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ്. ഇപ്പോൾ ഡയബറ്റീസിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഇപ്പോൾ സ്ട്രെസ് വരുന്ന ഒരു വ്യക്തികൾക്ക് സ്ട്രെസ് ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ റിലീസാകും. നമ്മൾ സ്ട്രെസ്ഡ് അപ്പ് ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു പേടിച്ചിരിക്കുമ്പോഴോ ഒക്കെ നമ്മുടെ ബോഡിയിൽ റിലീസാകുന്ന ചില ഹോർമോൺസ്, അതിനെ നമ്മൾ സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ അതാണ് സ്റ്റിറോയിഡ്സ് എന്ന വേർഡ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോഡിയിൽ അതുകൊണ്ട് അതിൻ്റെ പേര് കോർട്ടിസോൾ എന്നാണ്. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞത് ഒരു ഹോർമോണാണ്. ഈ ഹോർമോൺ ആണ് സ്റ്റിറോയിഡ്. അപ്പം നമ്മൾ കൊടുക്കാതെ തന്നെ നമ്മുടെ ബോഡിയിൽ പ്രത്യേക കണ്ടീഷൻസിൽ ബോഡി തന്നെ ഉണ്ടാക്കും സ്റ്റിറോയിഡ്സ്. അപ്പം സ്ട്രെസ്ഫുൾ കണ്ടീഷൻസിലൊക്കെ ചിലപ്പം ഈ സ്റ്റിറോയിഡ്സും കാറ്റക്കോളമൈൻസ് എന്ന് പറയും, വേറൊരു നമ്മളൊരു ഒരു ഫൈറ്റ് മോഡിലേക്കൊക്കെ ആക്കാനായിട്ട് ഉണ്ടാക്കുന്ന ഹോർമോൺസാണ് കാറ്റക്കോളമൈൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം കാരണം നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലൂക്കോസ് മെറ്റബോളിസം എഫക്റ്റ് ആകാനും ഡയബറ്റീസ് പോലത്തെ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനും സാധ്യതയുണ്ട്. അത് ഡയബറ്റീസിൻ്റെ ഒരു മെയിൻ റീസൺ ആണെന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഡയബറ്റിക്സിനെ വേഴ്സൺ ചെയ്യുന്ന ഒരു കണ്ടീഷനായിട്ട് സ്ട്രെസ്സിനെ നമുക്ക് വെക്കാം. സോ സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒരു ഡയബറ്റീസിൻ്റെ ഹോളിസ്റ്റിക് കൺട്രോൾ ഓഫ് ഒരു മൊത്തത്തിലുള്ള ഡയബറ്റീസ് കൺട്രോളിൽ മരുന്ന്, എക്സസൈസ്, ഡയറ്റ് ഇതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് സ്ട്രെസ് റിലീഫ് മെഷേഴ്സ്. ബിക്കോസ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും സ്ട്രെസ്ഡാണ്, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ സ്ട്രെസ്ഡാണ്. അതൊരു വലിയ ഫാക്ടറാണ്. ഓക്കെ ഡോക്ടർ, ഇനി ചോദിക്കാനുള്ളത്, ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്, ഒരു പ്രിവെൻറ്റീവ് ഡയബറ്റിക്സിലേക്ക് വന്നാൽ ഒന്നാമത്തെ കാര്യം, ഞാനൊരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തു, ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല, അതിന് മുന്നേയുള്ള ഒരു സ്റ്റേജിലാണ്, അല്ലെങ്കിൽ ഒരു 100-ൽ താഴെയാണ് എൻ്റെ ഫാസ്റ്റിംഗ് ഡയബറ്റിസ് എന്നിരിക്കട്ടെ. എങ്കിലും ഒരു പ്രിവെൻറ്റീവ് ലൈഫ് സ്റ്റൈലിൽ എനിക്ക് പാലിക്കാൻ പറ്റുന്ന ഒരു 5 ഗോൾഡൻ റൂൾസ് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്തായിരിക്കും പറയുക? അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സ്ക്രീനിങ്. ഓക്കെ, ഞാൻ സ്ക്രീനിങ്ങിന് മുന്നേ തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ എപ്പോൾ അഡോപ്റ്റ് ചെയ്യണം? കുട്ടിയായിരിക്കുമ്പോഴേ. ഓക്കെ,
അപ്പം എനിക്കൊന്ന് നമ്മളെല്ലാവരും പാരൻസാണ്. അപ്പം നമ്മളും നമ്മുടെ കുട്ടികളിൽ തന്നെ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ബിക്കോസ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെയൊക്കെ ചില പഠനങ്ങളുണ്ട്. അപ്പോൾ അവരതിനൊരു പെർട്ടിക്കുലർ ടേം തന്നെ കോയിൻ ചെയ്തു, CKM, കാർഡിയോ വാസ്കുലർ കിഡ്നി മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു. അപ്പോൾ ഇവർ പറയുന്നത് ഈ പെർട്ടിക്കുലർ അവസ്ഥയാണ് ഫൈനലി ഡയബറ്റീസും അതിൻ്റെ കോംപ്ലിക്കേഷൻസിലൊക്കെ ആവുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ചൈൽഡ്ഹുഡിലാണ്. ഓക്കെ, അപ്പോൾ അത് കുട്ടിയായിരിക്കുമ്പോഴാണ് ആ ഈ ഫാറ്റൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ എന്നുള്ളതാണ്. അത് വലിയ അറിവാണ്. കാരണം നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും ഈ ചബിയായിരിക്കുന്ന ഭയങ്കര ഭംഗിയാണ്, അല്ലെങ്കിൽ ചില അത്ര നല്ലതല്ലാത്ത ഭക്ഷണം കഴിക്കുമ്പോൾ ഇപ്പോഴല്ലേ കഴിക്കാൻ പറ്റൂ, ഇപ്പോൾ കഴിച്ചോട്ടെ, വലുതാകുമ്പോൾ ഇവൻ ഇതൊക്കെ നിയന്ത്രിക്കുമല്ലോ, അത്തരത്തിലുള്ള ഒരു ചിന്ത ആ നമുക്ക് വരും. കൺസെപ്റ്റ്, അതെ അതെ, അതിപ്പം മാറുവാണ്. കാരണം നമ്മൾ ആ സമയത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്ന ഫാറ്റും മറ്റു കാര്യങ്ങളും തന്നെയാണ് ഫ്യൂച്ചറിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പം ചബ്ബിനെസ് എന്ന് പറയുന്നതൊരു ബ്യൂട്ടി കൺസെപ്റ്റായി നിൽക്കുന്നുവെങ്കിൽ പോലും ആരോഗ്യപരമായി നോക്കുമ്പോഴത്തേക്കും അത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികളിൽ തന്നെ നമ്മൾ ആ ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഒരു നോർമൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളും കുട്ടികൾ, അപ്പോൾ ഡയറ്റും എക്സസൈസും ഒക്കെ അവിടുന്ന് തന്നെ തുടങ്ങാവുന്നുള്ളൂ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അപ്പോൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് ടു ബി സ്റ്റാർട്ടഡ് ഫ്രം ദി ഏർലി ലൈഫ് എന്നുള്ളതാണ് ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡയബറ്റിസ് എന്ന് പറഞ്ഞ അസുഖം നിങ്ങൾക്കൊരു ലക്ഷണത്തോടു കൂടി വരണമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. സോ അത് കാരണം ഇപ്പോൾ പനിയോ ഡെങ്കിപ്പനിയും അങ്ങനത്തെ ഇൻഫെക്ഷൻസൊക്കെ ആണെങ്കിൽ നമുക്ക് ലക്ഷണം വരുമ്പോൾ നോക്കിയാൽ മതി. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു ലക്ഷണവും ഇല്ലാതെ തന്നെ ഒരു 2-3 വർഷമൊക്കെ നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ഈ 126-ന് മുകളിൽ നിൽക്കുക, അറിയത്തേയില്ല. സോ സെക്കൻഡ് പോയിൻറ്റ്, സ്ക്രീനിങ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഡയബറ്റിക് റിസ്ക് സ്കോർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു 18 വയസ്സ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു തവണയെങ്കിലും ചെയ്യുക 18 ഇയേഴ്സിൽ. അപ്പോൾ നോർമലാണെങ്കിൽ പിന്നെ ഒരു 5 ഇയേഴ്സ് കഴിഞ്ഞ് ചെയ്താൽ മതി. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ആ ഒരു ഏജ് എത്തുമ്പോൾ തന്നെ, ഇപ്പം നമ്മുടെ കുട്ടി അത് അപ്പോഴും കുട്ടിയാണ്, അപ്പം നമ്മുടെ കുട്ടികളെ നമ്മൾ ആ ഒരു ഏജിൽ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം ഡയബറ്റിസ് സ്ക്രീനിങ് ആണ് രണ്ടാമത്തെ ഗോൾഡൻ റൂൾ. ബിക്കോസ് ഡയബറ്റിസ് ഒരിക്കലും ഒരു സിംറ്റമായിട്ട് തന്നെ നിങ്ങൾക്ക് വരണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊരു സൈലൻറ്റ് ഡിസീസാണ്. സോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, നെക്സ്റ്റ് ഈസ് സ്ക്രീനിങ്. അടുത്തത്, നമ്മൾ വൺസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്, നമ്മുടെ കൂടെ കുറേ നാൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒരു നല്ലൊരു ശതമാനം കുറച്ച് വെക്കാൻ പറ്റുകയും നമ്മുടെ ലൈഫ് ക്വാളിറ്റി അഫക്റ്റ് ചെയ്യത്തുമില്ല. ഫ്യൂച്ചറിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചേഴ്സും മറ്റ് ഹെൽത്ത് കെയർ എക്സ്പെൻഡിച്ചേഴ്സൊക്കെ കുറയ്ക്കാൻ പറ്റും. സോ നെക്സ്റ്റ് മൂന്നാമത്തത് വന്നിട്ട് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെൻറ്റ്. അപ്പം അത് നിങ്ങളുടെ ഒരു ഡയബറ്റോളജിസ്റ്റോ എൻഡോക്രിനോളജിസ്റ്റോ ഒക്കെ പറയുന്നത് പോലെയുള്ള കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും പീരിയോഡിക്കായിട്ടുള്ള ഫോളോ അപ്പും മറ്റു കാര്യങ്ങളും കൊണ്ടുപോകുക എന്നുള്ളതാണ് തേർഡ് പോയിൻറ്റ്. ഫോർത്ത്, ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ഡ്രഗ്സും മറ്റു കാര്യങ്ങളും ഒക്കെ പോലെ തന്നെയാണ് നമ്മൾ അഗെയിൻ ബോഡി വെയ്റ്റ് മെയിൻ്റനൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് ഈ പലപ്പോഴും കണ്ടുവരുന്നൊരു പ്രക്രിയയാണ്, നമുക്ക് ഡയബറ്റീസ് നല്ല രീതിയിൽ കൺട്രോൾ ആകും. പക്ഷേ ഡയബറ്റീസ് തുടങ്ങിയപ്പം 70 കിലോ ആയിരുന്നു, ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് ഷുഗറൊക്കെ കൺട്രോളായി, പക്ഷേ കിലോ 80 ആയി. സോ അവിടെ എനിക്ക് തോന്നുന്നു ആ ട്രീറ്റ്മെൻറ്റ്, ഈവൻ ദോ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഡയബറ്റീസ് കൺട്രോൾഡ് ആണ്, HbA1c കൊള്ളാം, ഫാസ്റ്റിംഗ് കൊള്ളാം, എല്ലാം കൊള്ളാം. പക്ഷേ പേഷ്യൻറ്റിന് 10 കിലോ കൂടി, അത് നല്ല ഹാബിറ്റ് അല്ല. അപ്പോൾ അവിടെ നമുക്ക് മെയിൻ്റനൻസ് ഓഫ് നോർമൽ ബോഡി വെയ്റ്റ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അമിതവണ്ണം ഇപ്പം ഡയബറ്റീസ് പോലെ തന്നെ മറ്റു പല അസുഖങ്ങളായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അത് ഹാർട്ട് ഡിസീസും ഒക്കെ ആയിട്ട്, അപ്പോൾ അതിനെ ഒന്ന് ശ്രദ്ധിക്കാം, വെയിറ്റ് കൂടാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ. പിന്നെ ഒബ്വിയസ്ലി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് എപ്പോഴും നമുക്ക് കൊണ്ടുപോകേണ്ട ഒന്ന് തന്നെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. പിന്നെ ഉള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഡയബറ്റീസ് എന്നുള്ള അസുഖം നിങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഡയബറ്റീസിന് ഒരുപാട് കൂട്ടുകാരുണ്ട്. ഓക്കെ, ഡയബറ്റീസ് മാത്രമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വരത്തില്ല. സോ ഓൾവേസ് BP ഉണ്ടോ എന്ന് നോക്കുക, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് നോക്കുക, മറ്റു കാര്യങ്ങൾ. അപ്പം ഡയബറ്റീസിൻ്റെ കൂടെ അതിൻ്റെ കൂട്ടുകാരായിട്ട് നിൽക്കുന്ന മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഉണ്ടാകാനുള്ള റിസ്ക് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ അതും നമ്മൾ നോക്കണം. സോ ചെക്ക് യുവർ ബ്ലഡ് പ്രഷർ, ചെക്ക് യുവർ കൊളസ്ട്രോൾ,
അതെല്ലാം നോക്കുക, അതിനെയൊക്കെ കൺട്രോൾ ആക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും ഈ പറയുന്ന ഇപ്പം നേരത്തെ മുനീർ സാറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുന്നതും കാലുകളുടെ വിരലുകൾ മുറിച്ച് മാറ്റുന്നതും ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മൾട്ടിപ്പിൾ സ്റ്റെൻ്റ് ഇട്ട് ജീവിക്കേണ്ട അവസ്ഥയൊക്കെ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് തടയാൻ പറ്റുന്നതാണ്. ഡോക്ടർ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കട്ടെ, ഈ പേടിപ്പിക്കാനല്ല, പക്ഷെ അങ്ങ് കുറേ നാളത്തെ പ്രാക്ടീസ് ഉണ്ടല്ലോ, അതിനിടയിൽ കണ്ടിരിക്കുന്ന ഒരു കേസോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്, ഷുഗർ വന്ന് കാല് മുറിച്ച് മാറ്റി കാണാൻ പോവുകയാണ്, അങ്ങനെയൊക്കെ പറയുന്ന മനുഷ്യരെ പറ്റി കേട്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് അവരെത്തുന്നത്, അല്ലെങ്കിൽ ബ്ലൈൻഡായി പോകുന്ന മനുഷ്യർ എക്സെപ്ഷൻസ് ആയിരിക്കും, എങ്കിലും കേൾക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുകൾ. ഏത് പരിധി വരെ, അങ്ങേയറ്റം ഏതുവരെ നിങ്ങളെ ഡയബറ്റിസ് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട്? നിങ്ങൾ നിസ്സാരമായി ഇന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസിൻ്റെ ഒരു പരിധി എവിടെയാണ്? ഇത് പറയുമ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പേഷ്യൻസിൻ്റെ മുഖം അല്ലെങ്കിൽ പേരുകൾ വരുന്നുണ്ട്. ബിക്കോസ് ഇതൊരു ഹാർഡ് റിയാലിറ്റിയാണ്. ഇപ്പം താങ്കൾ പറഞ്ഞ ഈ കോംപ്ലിക്കേഷൻസ് പേടിപ്പെടുത്താനാണെങ്കിൽ കൂടി കുറച്ച് പേടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. കാരണം ഇതൊരു റിയാലിറ്റിയാണ്. ഇത് നാട്ടിൽ നമ്മുടെ കൺമുന്നിൽ സംഭവിക്കുന്നുണ്ട്. എനിക്ക് വരില്ല എന്നുള്ളൊരു ഒരു എന്താ പറയുക, വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് പലപ്പോഴും എല്ലാവരെയും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. എനിക്ക് വരില്ല എന്ന് ചിന്തിക്കുകയേ വേണ്ട. എനിക്കും വരാം, നിങ്ങൾക്കും വരാം, എല്ലാവർക്കും വരാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പല പേഷ്യൻസിനെയും ഓർക്കുന്നു. ടു ബി ഓണസ്റ്റ്, ഈ പറയുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും വൺ ബൈ വൺ ആയിട്ട് വന്ന പേഷ്യൻസ് ഉണ്ട്. ആ പേഷ്യൻറ്റും ആ പേഷ്യൻ്റെ ഫാമിലിയും മൊത്തവും അത് കാരണം തകർന്നു പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഫിനാൻഷ്യലായിട്ടും മാനസികമായിട്ടും ഒക്കെ അവർ തകർന്നു പോകുന്നു. ഇപ്പം ഒരു മെയിൻ ബ്രെഡ് വിന്നറായിട്ടുള്ളൊരു പാരൻ്റ് ആയിരിക്കാം കിടന്നു പോകുന്നത്. മൾട്ടിപ്പിൾ ഹോസ്പിറ്റലൈസേഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് കേട്ടോ. ഈ അൺകൺട്രോൾ ഡയബറ്റീസ് എത്തിക്കഴിഞ്ഞാൽ, ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാനേ സമയം കാണത്തില്ല. അപ്പം നമ്മൾ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്നു, ഷുഗർ കൂടി അഡ്മിറ്റ് ചെയ്യുന്നു, എല്ലാം ഒരുവിധം സെറ്റിലാക്കി ഡിസ്ചാർജ് ചെയ്യുന്നു. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അഡ്മിറ്റ് ആകും. അങ്ങനെ ഒരു വർഷത്തിൽ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു 200 to 250 ഡേയ്സ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആൾക്കാർ. അവരോടൊപ്പം അനുഭവിക്കുന്നത് അവരുടെ ഫാമിലി മെമ്പേഴ്സ് അഫക്റ്റ് ചെയ്യുന്നു. ഫിനാൻഷ്യലി ഡ്രെയിൻഡ് ഔട്ട് ആവുന്നു. പിന്നെയാണ് ഈ പറഞ്ഞ കാലിലാണെങ്കിൽ കാല് മുറിച്ച് മാറ്റേണ്ടി വരുന്നു, ബ്ലൈൻഡ് ആകുന്നു, ഹാർട്ട് ഫെയിലിയർ പോലത്തെ അസുഖങ്ങൾ വരുന്നു. ശ്വാസം എഴുന്നേറ്റ് നടക്കാൻ പറ്റത്തില്ല. ഒരു 2 അടി ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ കിതയ്ക്കും. അപ്പോൾ ഒരു പേഴ്സണൽ ലൈഫും ഫാമിലി ലൈഫും ഒരു ഫാമിലി മൊത്തവും തകർന്നു പോകാൻ ഈ ഒരു ഡിസീസ് മതി. പേര് കേൾക്കുമ്പോൾ ഡയബറ്റീസാണ്, ഷുഗറാണെന്നൊക്കെ പറയുമെങ്കിലും അത്ര മധുരമുള്ളതല്ല ആ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വളരെ കെയർഫുള്ളായിട്ട് തന്നെ ഇരിക്കണം. ആർക്കും വരാം, പക്ഷേ പേടിക്കേണ്ട. എപ്പോഴും നമുക്കതിൻ്റെ പ്രതിവിധികളുണ്ട്. ട്രീറ്റ്മെൻറ്റൊക്കെ ഒരുപാട് അഡ്വാൻസായി. കാരണം പണ്ട് നമ്മളൊരു 100 പേഷ്യൻറ്റിനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ 80 പേഷ്യൻറ്റ് മരിക്കും. ഇപ്പോൾ അതൊക്കെ മാറി. 100 പേഷ്യൻറ്റിനെ ചികിത്സിച്ച് കഴിഞ്ഞാൽ 90 പേരെയും അവരുടെ ലൈഫ് എക്സ്പെക്റ്റൻസി, ലൈഫ് എത്രത്തോളം ജീവിക്കാൻ പറ്റുമോ അത്രയും നാൾ അത്യാവശ്യം ക്വാളിറ്റി ഓഫ് ലൈഫോടുകൂടി ജീവിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്നുള്ളതാണ്. ഡോക്ടർ വിട്ടുപോയ ചില കാര്യങ്ങൾ. ഒന്നാമത്തത്, ചിലരൊക്കെ ഈ ഒറ്റമൂലി അല്ലെങ്കിൽ ആയുർവേദം എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ചില പാരലൽ ചികിത്സാ മാർഗങ്ങളുടെ ഭാഗമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ, ഞങ്ങളുടെ കയ്യിൽ ചില ഒറ്റമൂലികളുണ്ട്, ചില ജീവിതചര്യകളുണ്ട്, ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ അങ്ങനെ ലൈഫ് ലോങ് മരുന്നിലേക്കൊന്നും പോകാതെ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും, ഡയബറ്റിസ് മാറ്റിത്തരാൻ പറ്റും. ഇത്തരം അവകാശവാദങ്ങൾ ആരെയും കുറച്ച് കാണാനോ ഒന്നുമല്ല, പക്ഷേ ഇത്തരം അവകാശവാദങ്ങളിൽ കഴമ്പുണ്ടോ, കണ്ടിട്ടുണ്ടോ അത്തരം കേസസ്? ഇപ്പം ഞങ്ങളുടെ ശാസ്ത്രീയപരമായി ഞങ്ങൾ പഠിച്ച ശാസ്ത്രത്തിനെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ റിവേഴ്സൽ ഡയബറ്റീസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു പ്രത്യേക കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് നമ്മൾ ഇത്ര ശതമാനം വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ ഡയബറ്റീസ് റിവേഴ്സലിൻ്റെ ചാൻസസ് വളരെ ഹൈ ആണ്. അവിടെ നമ്മൾ ആരെയും വിളിച്ചു വരുത്തി നിങ്ങൾ ഒരിക്കലും എല്ലാവർക്കും മാറ്റിത്തരാമെന്നുള്ള ക്ലെയിംസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ട്രൈ ഇറ്റ് മൈറ്റ് വർക്ക് ഫോർ യു എന്നുള്ളതാണ്. അതല്ലാതെ എനിക്ക് തോന്നുന്നു ഇപ്പം മോഡേൺ മെഡിസിൻ ഇത്രയും പഠനങ്ങൾ നടത്തിയും ഇത്രയും ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുമാണ് എനിക്ക് തോന്നുന്നു ഇത്രയെങ്കിലും എത്തിയത്. ഞാനിപ്പോഴും അഡ്മിറ്റ് ചെയ്യുന്നു, ഡയബറ്റീസ് പോലത്തെ ഒരു ചികിത്സയിൽ നമ്മൾ ഒരുപാട് മുന്നേറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എങ്കിലും ഇനിയും ഒരുപാട് പോകാനുണ്ട്. ഓക്കെ, നമ്മൾ മേ ബി അതിൻ്റെ ഒരു
1/4% പോലും എത്തിയില്ല എന്ന് തന്നെ ഞാൻ പറയും. ഇനി ഒരുപാട് മുന്നേറാനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ചില ക്ലെയിംസ്, നിങ്ങൾ വരൂ ഞാൻ 3 മാസം കൊണ്ട് ഡയബറ്റീസ് മാറ്റിത്തരാം എന്ന് പറയുന്ന പല ക്ലെയിംസും എൻ്റെ അറിവിൽ പെട്ടത് ഒന്നും തന്നെ എനിക്കത്ര ശാസ്ത്രീയപരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നതൊന്നുമല്ല. അപ്പം കഴിയുന്നതും അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആധികാരികമാണോ എന്നുള്ളതൊക്കെ വളരെയധികം അന്വേഷിക്കുക. അങ്ങനൊരു ചികിത്സാ രീതി നിലവിലുണ്ട്. അത് വളരെ എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് ലോകമെമ്പാടും ഇപ്പോഴേ പ്രശസ്തമാകണം. കാരണം ഡയബറ്റീസ് അത്രയധികം ഉണ്ട്. സോ അതുകൊണ്ട് ഇത് നമ്മൾ 100 പേരെ ചികിത്സിച്ച് കഴിഞ്ഞാൽ 10 പേർക്ക് വലിക്കുന്ന ഒരു ചികിത്സ ഒരിക്കലും നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഈ ചില കേസസിൽ ഇതാണ് ഫലിക്കുന്നത്. 100 പേരെ നമ്മൾ ഒരു പ്രത്യേക ആ, ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുകയും 10 പേര് ചിലപ്പം അവരുടെ ഭാഗ്യം അവർ ഫലിച്ചു. ബാക്കി 90 പേരുടെ കാര്യവും പോക്കാണ്. പക്ഷേ ഈ പക്ഷേ ഈ 10 10 പേരെ പേര് പ്രൊജക്റ്റ് കൊണ്ടാണ് ചെയ്തിട്ട് പ്രൊജക്റ്റ് ചെയ്ത് വിടുന്നത്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്പോൾ അതിന് നമ്മൾ മോഡേൺ മെഡിസിനിൽ അത് എടുക്കത്തില്ല. മോഡേൺ മെഡിസിനിൽ RCT എന്ന് പറയും, റാൻഡമൈസ് കൺട്രോൾ ട്രയൽസ് എന്ന് പറയും. അപ്പോൾ അതിൽ ഒരു നിശ്ചിത ശതമാനം ആൾക്കാർക്ക് ഫലിച്ചെങ്കിൽ മാത്രമേ ഈ ട്രീറ്റ്മെൻറ്റ് ഒരു പുറത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അല്ലാത്തതെല്ലാം അവിടുന്ന് പോവുകയാണ്. നമുക്ക് നെഗറ്റീവ് ട്രയൽസ് ഒരുപാടുണ്ട്. അതായത് ഫലിക്കുന്ന ട്രയൽസിനെക്കാട്ടിലും കൂടുതൽ നെഗറ്റീവ് ട്രയൽസാണ്. സോ നെഗറ്റീവ് ട്രയൽസിന് അവിടെ പോവുകയാണ്. ഓക്കെ. ഡോക്ടർ, മറ്റൊരു കാര്യം, നിങ്ങളൊരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ കാലുകൾക്ക് എക്സ്ട്രാ കെയർ കൊടുക്കണം, നിങ്ങൾ വീട്ടിനകത്ത് പോലും ചപ്പലിട്ട് നടക്കണം, ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ശരിക്കും? കാലുകളെ നിങ്ങൾ നിങ്ങളുടെ മുഖം നോക്കുന്നത് പോലെ നോക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഡെയിലി നമ്മൾ മിറേഴ്സിൽ നമ്മുടെ ഫേസ് നോക്കും, ഫേസിന് കെയറൊക്കെ കൊടുക്കും. പക്ഷേ നമ്മുടെ കാല് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഡയബറ്റിക് പേഷ്യൻറ്റ് നമ്മൾ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ വേണം നിങ്ങൾ നിങ്ങളുടെ പാദങ്ങളെ നോക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്. ഈ ന്യൂറോപ്പതിയുടെ ഏർലിയർ സ്റ്റേജിൽ ബേസിക്കലി നമുക്ക് സെൻസേഷൻസ് ഇല്ലാതാവും. ഓക്കെ. അപ്പം നമ്മളൊരു ബെയർ ഫുട്ടായിട്ട് നടക്കുമ്പോൾ ഒരു കുപ്പിച്ചില്ലിലോ അല്ലെങ്കിൽ ഒരു മുള്ളിലോ കൊള്ളുവാണെങ്കിൽ പെയിൻ ഉണ്ടെങ്കിലല്ലേ നമ്മൾ അറിയുള്ളൂ കുത്തി എന്നുള്ളത്. അപ്പം പെയിൻ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ രോഗി ആ മുള്ളും കൊണ്ട് നടന്നു പോകും. അവരറിയത്തില്ല. സോ ദാറ്റ് ബിക്കോസ് അവർക്ക് പെയിൻ ഇല്ല. അതവിടെ ഇരുന്ന് ഇൻഫെക്റ്റഡായി കുറേ പഴുപ്പൊക്കെ വരുമ്പോഴായിരിക്കും, പിന്നെ കളർ ചേഞ്ചൊക്കെ കാണുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ പെയിൻ സെൻസേഷൻ നഷ്ടപ്പെടുന്നതോടുകൂടി ഈ ഇഞ്ചുറീസ് വരാനുള്ള റിസ്ക്കും കൂടും. കാരണം പെയിൻ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ഒരു ബോഡിയിലെ അനുഗ്രഹം ഒരു കൂടിയാണ്. പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ് ബേസിക്കലി. ഒരു തീയിൽ നമ്മൾ എന്തുകൊണ്ട് തൊടുന്നില്ല? ഒരു കുട്ടിയായിരിക്കുമ്പോൾ പോലും നമ്മൾ തീ തൊട്ട് നമ്മൾ വലിക്കും. കാരണം അതാണ് പ്രൊട്ടക്റ്റീവ് മെക്കാനിസം. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്നതാണ്, നമുക്ക് ഇഞ്ചുറി വരാതിരിക്കാനായിട്ട്. അപ്പം ഈ പ്രൊട്ടക്റ്റീവ് മെക്കാനിസം എപ്പോൾ പോകുന്നോ അന്ന് മുതൽ നമ്മുടെ പാദങ്ങൾ വൾണറബിളാണ് ഇതുപോലത്തെ ട്രോമ, ഇൻഫെക്ഷൻസ് ഒക്കെ. അപ്പോൾ ഡെയിലി നോക്കിയാൽ മാത്രമേ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നേരത്തെ ചികിത്സിച്ച് കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആവുന്ന തടയാൻ പറ്റും. അതാണ് പിന്നെ ഉള്ളത് ബേസിക്കലി കാലിലുള്ള ഡ്രൈനെസ് ഒക്കെ വരും. നല്ല ഡ്രൈ ആയിരിക്കും. അതും ഈ ന്യൂറോപ്പതിയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഡ്രൈ സ്കിന്നായിരിക്കും പലരുടെയും കാലുകളിൽ. അപ്പോൾ ഡ്രൈ സ്കിന്നിലാണ് ക്രാക്സ് ഒക്കെ വരാനും പിന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത. അപ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം പാദങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. സോ എപ്പോഴും ചെരുപ്പിട്ട് പാദരക്ഷകൾ ഇട്ട് നടക്കാൻ പറയുന്ന റീസൺ ഇതാണ്. ചെറിയ ഇഞ്ചുറീസ് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോകാം. അപ്പോൾ അതിൻ്റെ പ്രിവെൻഷനായിട്ടാണ് എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് ഫുട്വെയർ ഇട്ട് തന്നെ ഇൻറ്റീരിയലായാലും എക്സ്റ്റീരിയലായിട്ട് നമ്മൾ ഒരു പ്രൊട്ടക്റ്റീവ് ഫുട്വെയർ ഇടാനായിട്ട് നിർദ്ദേശിക്കുന്നത്. ഡോക്ടറെ, നമ്മുടെ മുഴുവൻ സംഭാഷണവും കേട്ടിരിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ വരാൻ സാധ്യതയുള്ളൊരു സംശയമാണ്, എൻ്റെ ബോഡി വെയിറ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഞാനൊരു മെലിഞ്ഞ മനുഷ്യനാണ്, അപ്പോൾ എനിക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത ചിലപ്പോൾ കുറവായിരിക്കും, ഞാൻ അങ്ങനെ കെയർ ചെയ്യേണ്ടെന്ന് അഥവാ ആരെങ്കിലും വിചാരിച്ചു പോയാൽ അതിലെത്ര സത്യമുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു എക്സലൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. കാരണം ഇതിനെപ്പറ്റി നമ്മുടെ സയൻറ്റിഫിക് ഡിസ്കഷൻസിൽ ഒരുപാട് നടക്കുന്ന ഒരു ഹോട്ട് ടോപ്പിക്കാണിത്. ഓക്കെ, അപ്പം അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഒരു പഠനം നടത്തി. അപ്പോൾ ഒരു വെസ്റ്റേൺ റേസിലുള്ളൊരു മനുഷ്യനെയും നമ്മുടെ ഏഷ്യൻ റേസിലുള്ളൊരു മനുഷ്യനെയും രണ്ടുപേരെയും എടുത്തു. രണ്ടുപേർക്കും ഒരേ ബോഡി വെയ്റ്റ്, ഒരേ ബോഡി മാസിന്, അപ്പോൾ വെയ്റ്റിനും ഹൈറ്റിനും അനുസരിച്ചിട്ടുള്ള റേഷ്യോ ആണ് ബോഡി മാസിന്. രണ്ടുപേർക്കും ഒരേ BMI, ഒരേ വെയ്റ്റ് അല്ല. ഈ രണ്ടുപേരെയും അവരൊരു ഇൻറ്റേർണൽ സ്കാനിന് വിധേയമാക്കി. അപ്പോൾ ഇൻറ്റേർണൽ സ്കാനിന് വിധേയമാക്കിയപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ്, ഓക്കെ, അപ്പം നമ്മുടെ ബോഡിയിൽ ഈ ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസ് ഉണ്ട്, ബോണുണ്ട്, ഫാറ്റുണ്ട്, വാട്ടറുണ്ട്, അങ്ങനെ ഒരുപാട് പദാർത്ഥങ്ങൾ ചേർന്നാണ് ഈ ഹോൾ ബോഡി വെയ്റ്റ്. അപ്പോൾ ഈ രണ്ട് പേഷ്യൻ്റ് വൈറ്റ് കൊക്കേഷ്യൻ, അത് വെസ്റ്റേൺ റേസ് പേഷ്യൻ്റിനെയും നമ്മുടെ ഏഷ്യൻ റേസിനെയും സ്കാനിന് വിധേയമാക്കിയപ്പോൾ ഫാറ്റ് കണ്ടൻറ്റ്
ഈ ഏഷ്യൻ റേസിന് 50% ആണെങ്കിലും മറ്റവിടെ 25% ഉള്ളൂ. സോ ഫാറ്റ് കണ്ടൻറ്റ് ബൈ ഡീഫോൾട്ട് നമ്മുടെ ഏഷ്യൻ എത്നിസിറ്റിയിൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ഈ ഫാറ്റാണല്ലോ എല്ലാത്തിൻ്റെയും പ്രശ്നം. ഈ ഫാറ്റ് മീൻസ് നമ്മുടെ കയ്യിലുള്ള ഫാറ്റ് ആകാം, എബ്ഡോമൻ്റെ ഉള്ളിലുള്ള ഫാറ്റ് ആകാം, പാങ്ക്രിയാസിൻ്റെ ചുറ്റിനുമുള്ള ഫാറ്റ്, ലിവറിലെ ഫാറ്റ്, ഇതാണ് പ്രശ്നക്കാരൻ. അപ്പോൾ ഈ സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി ഈ ഒരേ ബോഡി വെയിറ്റ് ഉള്ള 2 വ്യക്തികളെ സ്കാൻ ചെയ്തപ്പം ആ കൊക്കേഷ്യൻ പേഷ്യൻറ്റിന് ഫാറ്റ് കണ്ടൻറ്റ് കുറവും ഇവിടെ ഫാറ്റ് കണ്ടൻറ്റ് കൂടും. അപ്പോൾ അതിനാണ് നമ്മൾ അതിനൊരു പർട്ടിക്കുലർ ടേം തന്നെ ഉണ്ടാക്കി, തിൻ ഫാറ്റ് ഇന്ത്യൻ. തിന്നാണ് ബട്ട് വി ആർ ഫാറ്റ്. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പം അപ്പാരൻ്റ്ലി വളരെ കുഴപ്പമില്ലാന്നിരിക്കും, പക്ഷേ നമ്മുടെ എബ്ഡോമൻ്റെ ഉള്ളിൽ ഉള്ള ഫാറ്റ് കണ്ടൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ബോഡി വെയ്റ്റിന് ആനുപാതികമായിട്ടുള്ള ഫാറ്റ് നമുക്ക് കൂടുതലാണ്. അത് തന്നെയാണ് ഇന്ത്യ ഡയബറ്റീസ് ക്യാപിറ്റലൊക്കെ ആയി മാറുന്നത്. കാരണം നമുക്ക് ഇവിടെയാണ് ഡയബറ്റീസ് ഉള്ളത് കൂടുതൽ. ഓക്കെ ഡോക്ടർ, ഒരുപാട് സന്തോഷം. എനിക്കറിയാം ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയൊരു ടോക്കായിരുന്നു. താങ്ക് യു സോ മച്ച്.